മതങ്ങൾക്കറിയത്തില്ല, ഇസങ്ങൾക്കറിയത്തില്ല, ഇതിഹാസങ്ങൾക്കറിയത്തില്ല, ശാസ്ത്രജ്ഞന്മാർക്കറിയത്തില്ല, എഴുത്തുകാർക്കറിയത്തില്ല, സാഹിത്യകാരന്മാർക്കറിയത്തില്ല, ചരിത്രകാരന്മാർക്കറിയത്തില്ല, പഠിതാക്കൾക്കറിയത്തില്ല. ലോകം മുഴുവൻ റിസർച്ച് ചെയ്തവർ നോക്കാണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദ വേൾഡ്? ലോകത്തിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് പല ഉത്തരങ്ങളാണ്. ഒരു ഉത്തരവും ശരിയാകാതെ വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാൻസ് പ്രോബ്ലം ഈസ് സിൻ. മനുഷ്യന്റെ പ്രശ്നം പാപമാണ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ അഭിവാദനങ്ങൾ രേഖപ്പെടുത്തുന്നു. കാർപ്പൻറ്റേഴ്സ് ഡെസ്കിൻ്റെ നേതൃത്വത്തിലും ഉത്തരവാദിത്വത്തിലും നടത്തുന്ന 3 ദിവസത്തെ സത്യം തേടിയുള്ള യാത്രയിൽ 2ാമത്തെ ദിനത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ദ ഗോസ്പൽ കാരവാൻ എന്ന പേരിൽ സുവിശേഷം വീണ്ടും വീണ്ടും കേൾക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാർപ്പൻറ്റേഴ്സ് ഡെസ്ക് ഒരുക്കിയിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് വരുവാൻ എനിക്കും ദൈവം ഒരു അവസരം നൽകി. എന്നെ ക്ഷണിക്കുവാൻ ഇവർക്കും ദൈവം ഒരു പ്രചോദനം കൊടുത്തു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉയർന്നു കേട്ടത്. വാട്ട്സ് എ റോങ് വിത്ത് ദ വേൾഡ്? ഈ ലോകത്തിന് എന്ത് പറ്റി എന്നുള്ളതാണ് ചോദ്യം. ലോകത്തിന് എന്ത് പറ്റി എന്നുള്ളത് അറിയണമെങ്കിൽ മനുഷ്യൻ എന്ത് പറ്റി എന്നറിഞ്ഞെങ്കിലേ ലോകത്തിന് എന്ത് പറ്റി എന്ന് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, നമ്മുടെ സ്വത്വത്തെക്കുറിച്ച്, ഇമാഗോ ഡെയ് അല്ലെങ്കിൽ ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാദൃശ്യം, സ്വരൂപം, അതിനെക്കുറിച്ചുള്ള ആഴമായൊരു പഠനം 2 പ്രസംഗങ്ങളിലൂടെ ഇവിടെ നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലാണ് ഇന്നത്തെ ലോകം കടന്നു പോകുന്നത്. മനുഷ്യൻ്റെ അംഗീകാരം, അവൻ്റെ അർത്ഥം, അതുപോലെ അവൻ്റെ അസ്തിത്വം, സ്വതബോധം, ഇതൊക്കെ എന്താണ് എന്ന് തേടിയുള്ള ഒരു നെട്ടോട്ട പാച്ചിലാണ് ഈ ലോകം. സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച ദൈവം തമ്പുരാനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവനവൻ ആരാണെന്ന് മനസ്സിലാകൂ എന്നുള്ള ഒരു കൺക്ലൂഷനാണ് ഇന്നലെ ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. പ്രഭാഷകർ ആ ഒരു സത്യമാണ് അടിവരയിട്ട് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം. ഹൂ ഈസ് മാൻ? ആരാണ് മനുഷ്യൻ? വാട്ട് ഈസ് ഹിസ് ഐഡൻറ്റിറ്റി? എന്താണ് അവൻ്റെ സ്വത്വം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ അവനെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്ന വെളിപ്പാടാകുന്ന വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു വന്നെങ്കിൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഇന്നലെ സമർത്ഥിക്കുവാൻ പ്രഭാഷകരെല്ലാം ശ്രമിച്ചത്. വേദപുസ്തകം നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ വേദപുസ്തകത്തിൽ ആകെ 4 പ്രമേയങ്ങളാണുള്ളത്. വേദപുസ്തകത്തിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 1600 വർഷങ്ങൾ കൊണ്ട് 3 ഭാഷയിൽ 40 എഴുത്തുകാർ പല ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് അന്യോന്യം കാണാതെ ഒരേ കാര്യത്തെക്കുറിച്ച് വെളിപ്പാട് തൊട്ട് ജനസിസ്, ബുക്ക് ഓഫ് ജനസിസ്, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ എഴുതുമ്പോൾ ഒരു ചരടിൽ കോർത്ത് ഇണക്കിയ പോലത്തുള്ള പൂക്കളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 66 പുസ്തകങ്ങളിൽ ഒരേ തീമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 പ്രമേയങ്ങളാണ് വേദപുസ്തകത്തിൽ പ്രാഥമികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 വിശുദ്ധനായ ദൈവം, 2 വിഘടിപ്പിക്കുന്ന പാപം, 3 വീണുപോയ മനുഷ്യൻ, 4 വീണ്ടെടുക്കുന്ന യേശു. ഞാനൊന്ന് ആവർത്തിക്കാം. വിശുദ്ധനായ ദൈവം, വിഘടിപ്പിക്കുന്ന പാപം, വീണുപോയ മനുഷ്യൻ, വീണ്ടെടുക്കുന്ന യേശു. ഇതാണ് വേദപുസ്തകത്തിൻ്റെ സാരാംശം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ചോദ്യം ചോദിക്കുവാൻ. ആരാണ് മനുഷ്യൻ? എന്താണ് അവൻ്റെ ഐഡൻറ്റിറ്റി? ഇന്നലെ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ ലോകത്തിൽ അനേക പ്രാവശ്യം ആളുകൾ ആവർത്തിച്ച് കേട്ടുള്ള ഒരു കഥയാണ് 2 കുടിയന്മാരുടെ കഥ. 2 കുടിയന്മാർ നടന്ന് തോളത്തിൽ കൈയിട്ട് അധികം അരണ്ട വെളിച്ചത്തിൽ കൂടെ നടക്കുമ്പോൾ അവരൊരു കുഴിയിൽ വീണു. കുഴിയിൽ വീണ സമയത്ത് ആ ശബ്ദം കേട്ടിട്ട് അന്ന് രാത്രിയിൽ പട്രോളിംഗ് ഉണ്ടായിരുന്ന പോലീസുകാരൻ തൊപ്പിയൊക്കെ നേരെയാക്കി വന്ന് ഈ കുഴിയുടെ അടുത്തേക്കൊന്ന് ചോദിച്ചു, ആരാണ്? എന്താണ് ശബ്ദം? അപ്പോൾ അതിൽ ഒരു കുടിയൻ മുകളിലോട്ട് നോക്കുമ്പോൾ തൊപ്പി വെച്ചൊരു പോലീസ്. അപ്പോൾ പോലീസുകാരോട് ചോദിച്ചു, സാറേ ഞങ്ങളിപ്പോൾ എവിടെയാ? ഇതേതാ സ്ഥലം? കാരണം കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്, സ്ഥലകാല ബോധമില്ലാതെ കുഴിയിൽ കിടക്കുന്ന കുടിയൻ മുകളിൽ നിൽക്കുന്ന ആ പോലീസുകാരനോട് ചോദിക്കുകയാണ്, സാറേ ഞങ്ങളിപ്പോൾ എവിടെയാ? ഇത് ഏതാ സ്ഥലം? പോലീസുകാരനെ ചോദ്യം അത്രയും ഇഷ്ടപ്പെട്ടില്ല. സാധാരണ അങ്ങനെയാണല്ലോ, പോലീസുകാരോട് ചോദിക്കുന്നത് അവർക്കിഷ്ടമല്ല. ഈ ചോദ്യം കേട്ട് കുറച്ച് വിരസത മുഖത്ത് വരുത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ചോദിച്ചു, ഡു യു നോ ഹൂ ഐ ആം? ഞാൻ ആരാണെന്ന് മനസ്സിലായോ?
അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരുള്ള കാർഡും അതുപോലെ അദ്ദേഹത്തിൻ്റെ നക്ഷത്രമൊക്കെ ഒന്ന് കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, ഡു യു നോ ഹൂ ഐ ആം? ഡു യു നോ ഹൂ യു ആർ ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിക്കുന്നത്, നിനക്ക് മനസ്സിലായോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു കണ്ണൂടിയൻ മറ്റേ കള്ളൂടിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ അളിയ, നമ്മുടെ പ്രശ്നം നമ്മൾ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ അതേണ്ട മോളിൻ്റെ ഒരു തൊപ്പി വെച്ചൊരു മനുഷ്യൻ നിൽക്കുന്നു, അവൻ അറിയില്ല അവൻ ആരാണെന്ന്. ലോകത്തിൽ ഓരോ മനുഷ്യനും അവൻ ആരാണെന്ന് അറിയാതെ തപ്പിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അവൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഈ വേദപുസ്തകത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ. അതാണ് ഇന്നലെ നമ്മൾ കേട്ടത്. എന്നാൽ ഈ മനുഷ്യൻ അധിവസിക്കുന്ന ലോകത്തിലേക്കൊരു നേർക്കാഴ്ചയാണെന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം കെടുതികളാണ് നമ്മുടെ ലോകത്തിലുള്ളത്, അല്ലേ? യുദ്ധങ്ങൾ, സ്ത്രീപീഡനങ്ങൾ, അഴിമതി, അരക്ഷിതാവസ്ഥ, മയക്കുമരുന്ന്, മദ്യം, കവർച്ച, കൊലപാതകങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അക്രമസ്ഥമായിരിക്കുന്ന പ്രതിഷേധങ്ങൾ. നമുക്കറിയാം എന്താണ് ഈയിടയ്ക്ക് ബംഗ്ലാദേശിൽ നടന്നത്, കുറച്ചു കാലം മുമ്പ് എന്താണ് നമ്മുടെ തൊട്ട് അയൽപക്കമായിരിക്കുന്ന നേപ്പാൾ നടന്നത്. ഇതെല്ലാം വളരെയധികം അക്രമാസക്തമായിരിക്കുന്ന ചെറുപ്പക്കാർ, ജെൻസി എന്ന് വിളിക്കുന്നവരുടെ പ്രതിഷേധങ്ങളാണ്. വംശീയ ആക്രമണങ്ങൾ, അല്ലേ? ട്രൈബൽ വാഴ്സ്, അതുപോലെ റേഷ്യൽ വാഴ്സ്, പിഴയ്ക്കുന്ന യുവത്വം, മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ തിന്മകളാണ്. അതിനോടുകൂടെ ചേർന്ന് വെള്ളപ്പൊക്കം, അഗ്നിപർവ്വതം, ഭൂകമ്പം, പകർച്ചവ്യാധി, സുനാമി, കൊറോണ, ഇതുപോലെയുള്ള പകർച്ചവ്യാധികളും എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനുണ്ടാക്കി വെച്ച ദുരന്തങ്ങളും ചേർന്ന് ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കുവാൻ പറ്റാത്തൊരു ദുരവസ്ഥ വരുമ്പോൾ ഓരോ മനുഷ്യനും ചങ്കത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കും, ദൈവമേ, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ലോകത്തിന് എന്ത് പറ്റി? വാട്ട് ഈസ് എ റീസൺ? എന്താണ് ഈ ലോകത്തിൽ ഇങ്ങനെ പോകുവാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല ഉത്തരമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതിനൊരൊറ്റ വാക്കുകൊണ്ടാണ് ഉത്തരം പറയുന്നത്. എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ പ്രധാന പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം പാപം എന്നുള്ള പ്രശ്നമാണ്. ഈ പാപത്തെക്കുറിച്ചാണെന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം വേദപുസ്തകം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. ദൈവത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് ബാക്കി എല്ലാത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണല്ലോ ഉൽപ്പത്തി. ബറഷായിദ് ബാറ എലോഹിം എന്ന് ആരംഭിക്കുന്ന പുസ്തകം. ഇതിൻ്റെ അകത്ത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം എന്തൊക്കെയാണ് ഓരോ ദിവസവും അവൻ സൃഷ്ടിച്ചത് എന്നുള്ള സൃഷ്ടിക്രമം പറയുമ്പോൾ ഓരോ ദിവസത്തിൻ്റെ അവസാനം പറയുകയാണ്, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം നല്ലതെന്ന് ദൈവം കണ്ടു, 3-ാം ദിവസം നല്ലതെന്ന് കണ്ടു, 4-ാം ദിവസം നല്ലതെന്ന് കണ്ടു, 5-ാം ദിവസം നല്ലതെന്ന് കണ്ടു, 6-ാം ദിവസം നല്ലതെന്ന് കണ്ടു, 7-ാമത്തെ ദിവസം എല്ലാം സൃഷ്ടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം വിശ്രമിച്ചു. സൃഷ്ടിയെ മുഴുവൻ നോക്കിക്കൊണ്ട് ദൈവം പറയാണ്, എല്ലാം എത്രയും നല്ലത്, എവറിതിങ് ഈസ് എക്സലൻറ്റ്, എവറിതിങ് ഈസ് വെരി ഗുഡ്. അപ്പോൾ വെരി ഗുഡ്, ഗുഡ്, ഗുഡ് എന്ന് പറയുന്നത് ഏകദേശം 7 പ്രാവശ്യമാണ് 1-ാം അധ്യായത്തിൽ മാത്രം ആവർത്തിച്ചിരിക്കുന്നത്. ആരാ പറഞ്ഞത്? ദൈവം തമ്പുരാൻ. എന്താണ് നല്ലത് എന്ന് തീരുമാനിക്കുന്ന ആരാണെന്നറിയാമോ? നന്മയുടെ ഉറവിടമായ, നന്മയുടെ പൂർത്തീകരണമായ, നന്മയുടെ ആകത്തുകയായ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്താണ് നന്മയെന്ന്. ഗോഡ് സേസ് ഗുഡ് ആൻഡ് ദാറ്റ് ഈസ് ഗുഡ്. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ നല്ലത് എന്നുള്ള വാക്ക് 2 പ്രാവശ്യം, നന്മ തിന്മ എന്നുള്ള വാക്ക് 2 പ്രാവശ്യം, നന്നല്ല എന്നുള്ള വാക്ക് 1 പ്രാവശ്യം. ഏതാണെന്ന് നമുക്കറിയാം, അല്ലേ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എവറിതിങ് ഈസ് ഗുഡ്, ബട്ട് ഗോഡ് ലുക്ക്ഡ് അറ്റ് എ ബാച്ചലർ ആൻഡ് സെഡ് ഹി ഈസ് നോട്ട് ഗുഡ്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മെൻ ടു ബി അലോൺ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനൊരു നല്ല തക്ക തുണയെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്, അല്ലേ? അത്ഭുതപൂർവമായൊരു സൃഷ്ടിയാണ് സ്ത്രീ. കാരണം ദൈവം അവസാനം സൃഷ്ടിച്ചത് ആരാണ്? ഒരു സ്ത്രീയാണ്. ഇറ്റ് ഈസ് ലൈക്ക് ദി ഐസിങ് ഓഫ് ദ കേക്ക്, ഇസ്ന്റ് ഇറ്റ്? ഷീ ഈസ് എ ഫൈനൽ പ്രൊഡക്റ്റ്. ഒരാൾ പറഞ്ഞ ഇങ്ങനെയാണ്, ദൈവം എല്ലാം സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, അതിനുശേഷം ദൈവം ഇരുന്ന് ചിന്തിച്ചു, കൻ ഐ ഡു സംതിങ് ബെറ്റർ? കൻ ഐ ഡു സംതിങ് എക്സൈറ്റിംഗ്? കൻ ഐ ഡു സംതിങ് മോർ ക്രിയേറ്റീവ്? കൻ ഐ ഡു സംതിങ് എക്സെപ്ഷണൽ? ആൻഡ് ഹിയർ കംസ് എ വുമൺ. അങ്ങനെയാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. ഏതായാലും നമുക്കറിയാം ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവത്തിന് നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ്. എന്താണ് നല്ലത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്താണ് നല്ലതെന്ന് തീരുമാനിക്കുന്ന ദൈവം മാത്രമാണ്. ഇനി നിങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, 3-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സൃഷ്ടികളിലും ഏറ്റവും കൗശലമേറിയ ഒരു ജന്തു ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ അവൾ വീണുപോകുന്നു. ആ ചോദ്യം കേട്ടതിന് ശേഷം അവൾ ആദ്യം ഉത്തരം ശരിയായി പറഞ്ഞെങ്കിലും ഈ പിശാച് അവളെ കൺവിൻസ് ചെയ്തു. നമുക്കറിയാം, നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും സ്ത്രീ കണ്ടു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്. ആദ്യമായിട്ടൂടെ മനുഷ്യൻ പറയാണ് സംതിങ് ഈസ് ഗുഡ്.
മനുഷ്യനെ സൃഷ്ടിക്കുക, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായി ഉതകുന്ന എല്ലാം സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ അവന് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊടുത്തതിന് ശേഷം അവനെ ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് അവനെ സ്ഥാപിച്ചു. അവനൊരു ഭാര്യയും കൊടുത്തു. പക്ഷേ ആ ഭാര്യ ഇപ്പോൾ പറയാണ്, നൗ ഐ വിൽ ഡിസൈഡ് വാട്ട് ഈസ് ഗുഡ്. എന്താണ് നന്മയെന്ന് ഇപ്പോൾ ഞാൻ തീരുമാനിക്കും. അവൾ പറയാണ്, ഈ ഫലം കാണാൻ തിന്മാൻ നല്ലതും കാമ്യവുമാണ്. ഇവിടെയാണ് പ്രശ്നത്തിൻ്റെ ആകത്തുക. എന്ന് പറഞ്ഞാൽ നല്ലത് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നല്ലവനായ ദൈവം മാത്രമാണ്. മനുഷ്യൻ എപ്പോഴാണോ എന്ത് നന്മ എന്താണ് നല്ലതെന്ന് തീരുമാനിച്ചത് അന്ന് തൊട്ടാണ് മനുഷ്യൻ്റെ ഈ കിഴക്കാൻ തൂക്കിലേക്കുള്ള അവൻ്റെ വീഴ്ച ആരംഭിച്ചത്. മാൻ ഡിസൈഡ്സ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് മാൻസ് ഫോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ വേദപുസ്തകത്തിൽ നമ്മൾ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് എന്താണ് മനുഷ്യൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമാണ്, മാൻ ഡിസൈഡഡ് വാട്ട് ഈസ് ഗുഡ് ഫോർ ഹിം ആൻഡ് ഹർ. മനുഷ്യൻ തീരുമാനിച്ചു നല്ലത് എന്താണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മദ്യം നല്ലതാണ്, ഞങ്ങളുടെ തീരുമാനമാണ്. പ്രീ മാരിറ്റൽ സെക്സ് ഇസ് ഗുഡ്, ദാറ്റ്സ് അവർ ഡിസൈഡ്. യുനോ, ഡ്രഗ് ഈസ് ഗുഡ്, ദാറ്റ്സ് ഫോർ അസ്. Who is to make decision for me? എനിക്ക് വേണ്ടി തീരുമാനിക്കാൻ ആരാണ്? I am a Porsche without stop. അങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ? I am unstoppable. I am a Porsche. It is my world, my rule. By the end of the day, it's all about me. നമുക്കറിയാമല്ലോ, വിശ്വപ്രസിദ്ധമായ ഒരു പരസ്യം ഉണ്ടല്ലോ, നൈക്കിൻ്റെ പരസ്യം. എന്താ? Just do it. Just do it. You don't have to ask whether it is right or wrong, good or bad, ethical or unethical, moral or immoral. Just do it. It's all about you. ഈ ജെൻസിയോടും അതുപോലെ ആൽഫ ജനറേഷനോടൊക്കെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു സ്ഥിരം ഇതാണ്, by the end of the day it is all about me. It's my world. I decide. I am the captain of my life. എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനമെടുക്കുന്നത് ഞാനാണ്. എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. സമൂഹത്തിനോ കുടുംബത്തിനോ അതുപോലെ നേതാക്കന്മാർക്കോ രാഷ്ട്രീയത്തിനോ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ഞാൻ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാൻ ആർക്കും അവകാശമില്ല. എൻ്റെ വഴി ശരിയായ വഴി. If you are not on my way, please get out of my way. മൈ വേ ഓർ ഹൈവേ. ഇതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു മുദ്രാവാക്യം. മാൻ ഡിസൈഡ്സ് വാട്ട് ഈസ് ഗുഡ് ഫോർ ഹിം. ഓ, വാട്ട് എ ഫോൾ! എന്തൊരു വീഴ്ചയാണ്. നന്മ എന്താണ്, നല്ലത് എന്താണെന്ന് മനുഷ്യൻ സ്വയമായിട്ട് തീരുമാനിക്കുന്നിടത്താണ് പാപത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാപത്തെക്കുറിച്ച് തുടങ്ങുകയാണ്. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചെന്നറിയാമോ? അവനോട് കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടിയാണ്. ഗോഡ് ലവ്സ് മാൻ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് ഹി ലവ്സ് മാൻ സോ വെൽ. അതുകൊണ്ടാണ് മനുഷ്യനെ മാത്രം അവൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ ഉണ്ടായി, സൂര്യനുണ്ടാകട്ടെ ഉണ്ടായി, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടായി, മൃഗങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടായി, ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടായി. ആകാശത്തിൽ പറക്കുന്ന പറവകളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും അതുപോലെ ഈ കാറ്റിലോടുന്ന മൃഗങ്ങളും എല്ലാം അവൻ്റെ വാക്കുകൊണ്ട് അവൻ ഉരുവിട്ടപ്പോൾ ഉണ്ടായതാണെങ്കിൽ, മനുഷ്യനെ മാത്രം ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മെനഞ്ഞ് ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, God breathed into his nostrils and he became a living soul. ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവനെ മിനഞ്ഞു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്ന് മാത്രമല്ല, അവനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തിന് സംസാരിക്കുവാൻ, ഇടപെടുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ He wanted someone who can be related to. അതുകൊണ്ടാണ് മനുഷ്യനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അഭിമാനപൂർവ്വമായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, I have imago Dei. ഇമാഗോ ഡെയ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇമേജ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന് സാദൃശ്യം പേരുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ റോഡിൻ്റെ വശത്ത് കിടന്നുകൊണ്ട് ഭിക്ഷയെടുക്കുന്നൊരു മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ദിസ് മാൻ ഈസ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്? പറഞ്ഞിട്ടുണ്ടോ? ഒരു ട്രാൻസ്ജെൻഡറിനെ നോക്കിക്കൊണ്ട്, ഓ ദാറ്റ് ട്രാൻസ്ജെൻഡർ ഈസ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഭിക്ഷക്കാരനെ നോക്കിക്കൊണ്ട്, ദാറ്റ് മാൻ ഈസ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ നമ്മൾ ഉയർച്ച താഴ്ചകൾ വെച്ച് ആ കണ്ണിലൂടെ കാണുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഏതാ ഗോത്രവർഗ്ഗക്കാർ, അതുപോലെ അടിമവർഗത്തിൽപ്പെട്ട ആളുകൾ, തൊട്ടുകൂടാത്ത ആളുകൾ, തീണ്ടലുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, ദേ ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് സംവൺ? പലപ്പോഴും നമ്മൾ പേരിടുന്നത്, ഓരോ പേരുകൾ നമ്മൾ ഇടുന്നത് എങ്ങനെയാണ്? അവൻ ബംഗാളി അല്ലേ, അവൻ തമിഴൻ, അവൻ മലയാളി അല്ലേ. നമുക്ക് ഓരോ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പല പല പേരുകളുണ്ട്. പണക്കാരൻ, പാവപ്പെട്ടവൻ അല്ലേ, നീളമുള്ളവൻ, കുറിയവൻ, കറുത്തവൻ, വെളുത്തവൻ, പണക്കാരൻ, പാവപ്പെട്ടവൻ, വിദ്യാഭ്യാസമുള്ളവൻ,
വിദ്യാഭ്യാസമില്ലാത്തവൻ, പാമരൻ, പണ്ഡിതൻ, ഇങ്ങനെയുള്ള പലവിധമായിരിക്കുന്ന കോളങ്ങളിലാണ് നമ്മൾ മനുഷ്യനെ നിർത്തുന്നത്. എന്തിനധികം പറയുന്നു, മനു മുതൽ മണ്ഡൽ വരെയുള്ള ആളുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ ഗോത്രത്തിലും അതുപോലെ കോളങ്ങളിലും നിർത്തുമ്പോൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുകയും അവന് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന വേദപുസ്തകമാണ്. മനുഷ്യന് വില കൊടുക്കുന്ന ഒരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. അതുകൊണ്ട് മാൻ ഈസ് എ ക്രൗൺ ഓഫ് ക്രിയേഷൻ, നോ മാറ്റർ വേർ ഹി ബിലോങ്സ്, വാട്ട് ഹിസ് ബാക്ക്ഗ്രൗണ്ട്സ് ആർ. അവൻ്റെ പശ്ചാത്തലം ഏതായാലും, മതം ഏതായാലും, സംസ്കാരം ഏതായാലും, ഭാഷ ഏതായാലും, അവൻ്റെ തൊലിയുടെ നിറം ഏതായാലും, അവൻ ജനിച്ചു വരുന്ന ഗോത്രം ഏതായാലും, എല്ലാ മനുഷ്യരെയും ദൈവം നോക്കിക്കൊണ്ട് പറയുകയാണ്, യു ആർ ക്രിയേറ്റഡ് ഇൻ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ബിക്കോസ് ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഒത്തിരി കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോട് ചോദിക്കുന്നത്, മനുഷ്യ നീ എവിടെ, വേർ ആർ യു എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നെ കാണുന്നില്ലല്ലോ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് സംസർഗം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം പറയണം. ദി ട്രാൻസെൻഡൻസ് ഓഫ് ഗോഡ് ആൻഡ് ദി ഇമിനൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം എത്രയോ ദൂരെയാണ്, എന്നാൽ ദൈവം എത്രയോ അടുത്താണ്, അല്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എവിടെയോ അരൂപിയായി ദൂരെ എങ്ങോ ഇരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഏഴാം കടലും കടന്ന്, ആകാശഗോളങ്ങൾ കടന്ന്, നക്ഷത്രങ്ങളും കടന്ന്, ഈ പ്രപഞ്ചം മുഴുവൻ കടന്ന് ഏതോ ഒരു കോണിൽ വിരാജിക്കുന്നൊരു ദൈവത്തെ നമ്മൾ അറിയാതെ വിളിക്കാൻ, എൻ്റെ ദൈവം തമ്പുരാനെ നീ എവിടെയാണ്, ഗോഡ് ഈസ് വെരി ഫാർ. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവം എവിടെയാണെന്നറിയാമോ? ദൈവം ഏറ്റവും അടുത്താണ്, നമ്മുടെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന് 33.5 വർഷം ജീവിച്ചതിൻ്റെ കാരണം ഹി ലവ്സ് പീപ്പിൾ, ഹി വാണ്ട്സ് ടു ബി വിത്ത് പീപ്പിൾ. എന്തിനാ പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, എന്തിനാ പഴയ നിയമത്തിൽ ദേവാലയം? ദൈവത്തിന് ആളുകളുടെ ഇടയിൽ വസിക്കുവാൻ താല്പര്യമാണ്. ഗോഡ് ലവ്സ് ടു ഡെൽ എമംഗ് ഹിസ് പീപ്പിൾ. അവൻ്റെ ഛായയിലും സ്വരൂപത്തിലും നിർമ്മിച്ച മനുഷ്യൻ്റെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യരുടെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. എ ഗോഡ് ഹു വാണ്ട്സ് ടു ലിവ് വിത്ത് മാൻ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയും. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവം തമ്പുരാൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനാണെങ്കിൽ അവൻ എവിടെയാണ്, എത്ര ദൂരത്തിലാണ്? ജസ്റ്റ് ആമവേ, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു കൈ ദൂരത്തിൽ മാത്രം നിൽക്കുന്ന അത്രയും അടുപ്പമുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. മനുഷ്യനുമായിട്ട് എപ്പോഴും അടുത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, മനുഷ്യൻ അകന്നു പോകുമ്പോഴും വലിച്ചടുപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമയായ ദൈവം, അലിവുള്ള ദൈവം, ആഴമായി സ്നേഹിക്കുന്ന ദൈവം, അനന്തമായ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യന് ആവശ്യമുള്ളത് മുഴുവൻ അവനെ നിർമ്മിക്കുന്ന മുൻപേ ഉണ്ടാക്കിയ ദൈവം. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല ദൈവം ഓക്സിജനെ കുറിച്ച് ചിന്തിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ശേഷമല്ല അവന് കഴിക്കാനുള്ള ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് മുമ്പേ എല്ലാം ഒരുക്കി അവസാനമാണ് മനുഷ്യനെ ഒരുക്കിയത്. ബിക്കോസ് ഹി ലവ്സ് ആൻഡ് ഹി കെയർസ് ഫോർ ദി എൻറ്റയർ ക്രിയേഷൻ. അതിലേറ്റവും മണിമകുടമാണ് മനുഷ്യൻ. ഇനി ആ ദൈവം തമ്പുരാനുണ്ടല്ലോ, ഇത്രയും ഇഷ്ടമായതുകൊണ്ട് ദൈവം ഇടപെട്ട ഒരു മനുഷ്യനോട് പറഞ്ഞു, എടാ നമുക്ക് ഭൂമിയിൽ വെച്ചുള്ള നടപ്പൊക്കെ നിർത്താം, നമുക്കിനി അങ്ങ് വെച്ച് നമ്മുടെ നടത്തം തുടരാം. ഹാനോക്ക് എന്നൊരു മനുഷ്യനോട് കൂടെ കുറേ നാളും ദൈവം നടന്നു. അതിനുശേഷം ദൈവം അവനെ എടുത്തുകൊണ്ടു. ആരും പിന്നെ അവനെ കണ്ടില്ല. ഹി വാസ് ടേക്കൺ ബൈ ഗോഡ് ആൻഡ് ഹി വാക്ക്ഡ് വിത്ത് ഗോഡ് ബിക്കോസ് ഗോഡ് ലവ്സ് ടു ബി വിത്ത് മാൻ. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന യാക്കോബിൻ്റെ ലേഖനത്തിൽ ദൈവം അവനെ വിളിക്കുക എന്താണ്? എൻ്റെ സ്നേഹിതൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ മേരാ പ്യാരവാസിയും ദേശവാസിയും, അങ്ങനെ കണ്ടല്ലേ? മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. എന്ത് എന്തൊരു ഹി സേസ് വിത്ത് ഓൾ പ്രൈഡ്, മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അത്രയും ലോകത്തിലെ വലിയൊരു ശക്തനായ നേതാവിനെ എൻ്റെ കൂട്ടുകാരൻ എന്ന് വിളിക്കണമെങ്കിൽ, ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, നമ്മളെക്കാളും വലിയൊരാളെ, സ്വാധീനമുള്ള ഒരാളെ, പണമുള്ള ഒരാളെ, അതുപോലെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാളെ എൻ്റെ ഫ്രണ്ട് എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമാണ്. പക്ഷെ ദൈവം പറയുകയാണ്, അവൻ സൃഷ്ടിച്ച മനുഷ്യരിൽ ഒരുത്തനായ അബ്രഹാമിനെ കുറിച്ച് പറയാണ്, മൈ ഫ്രണ്ട്, എൻ്റെ സ്നേഹിതനാണ് അബ്രഹാം. മാത്രമല്ല, പഴയ നിയമത്തിൽ ദൈവം മനുഷ്യരോട് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് അറിയാമോ? അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമായ യഹോവ. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? അമിതാഭ് ബച്ചൻ എൻ്റെ അമ്മാച്ചനാണെങ്കിൽ, അമ്മാച്ചനല്ല കേട്ടോ, അമിതാഭ് ബച്ചൻ എൻ്റെ അമ്മാച്ചനാണെങ്കിൽ ഞാൻ ആദ്യം ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കൈ കൊടുത്ത് പറയുമ്പോൾ എന്തായിരിക്കും ആദ്യം പറയുന്നത്? ഞാൻ അമിതാഭ് ബച്ചൻ്റെ പെങ്ങളുടെ മോനാണ്. അത്രയും പറഞ്ഞാൽ മതി. ഏറ്റവും പ്രശസ്തനായ, എല്ലാവരും അറിയുന്ന ഒരാളുടെ കെയർ ഓഫിൽ അറിയപ്പെടാനാണ് നമുക്ക് താല്പര്യം. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ബില്ലി ഗ്രാമിൻ്റെ വീട്ടിൻ്റെ
ഞാൻ ബില്ലിഗ്രാം താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഇപ്പുറത്തെ ക്രോസിലാണ് ഞാൻ താമസിക്കുന്നതൊക്കെ പറഞ്ഞ് അവർക്ക് വലിയ അഭിമാനമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളുടെ കെയർ ഓഫിൽ അറിയപ്പെടുക. നോക്കിയേ, വേദപുസ്തകത്തിൽ ദൈവം എന്താ പറയുന്നത്? ഐ എം ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. സാധാരണ മനുഷ്യരുടെ പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. പഴയ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, ദാനിയേലിൻ്റെ ദൈവം. അയ്യോ, എന്തുവാന്ന് നോക്കിയേ, ഇന്ന് ദൈവം ഒരു പുസ്തകം എഴുതാണ്. ഒരു പക്ഷേ പറയും ജോയ് ജോണിൻ്റെ ദൈവം. നിങ്ങളുടെ എല്ലാം പേര് ചേർത്തെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പേരിനോടൊപ്പം ഇന്നയാളുടെ ദൈവം. ദാറ്റ്സ് വാട്ട് ഗോഡ് ഓഫ് ദ ബൈബിൾ. മനുഷ്യരുമായിട്ട് ഏറ്റവും നിരന്തരം കൂട്ടായ്മ ആചരിക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അവന് മനുഷ്യനുമായിട്ട് ഇടപെടുവാനോ സംസാരിക്കുവാനോ സംസർഗം കൂടുവാനോ കൂട്ടായ്മ ആചരിക്കുവാനോ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യനെ മാത്രം ദൈവം ഒരു ശരീരവും ദേഹവും ദേഹിയുമുള്ളവനായിട്ട് സൃഷ്ടിച്ചത്, അവൻ്റെ ഛായയിലും സ്വരൂപത്തിലും നിർമ്മിച്ചത്. പക്ഷേ അവനോട് പറഞ്ഞു, നിനക്ക് തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, പക്ഷേ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം കൂട്ടായ്മയ്ക്കാണ് സൃഷ്ടിച്ചെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അവന് കൊടുത്തത്? ദൈവം പറയാണ്, നിനക്ക് ചൂസ് ചെയ്യാം. യു ക്യാൻ ചൂസ്. യു വാണ്ട് ലൈഫ് ഓർ ഡെത്ത്. നിനക്ക് മരണം വേണോ ജീവൻ വേണോ? ഉൽപ്പത്തി പുസ്തകം 2:17 ദൈവം പറയാണ്, യു ക്യാൻ ഈറ്റ് ഫ്രം ഓൾ ദ ട്രീസ്. എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, പക്ഷേ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. യു ഷാൽ ഡൈ. എബ്രായ ഭാഷയിൽ അത് വളരെ ഇൻറ്റൻസീവായിട്ട് എടുത്തിരിക്കുന്നത്. യു ഷാൽ ഡൈ ഡൈയിങ്, യു ഷാൽ കീപ്പ് ഓൺ ഡൈയിങ്. നീ മരിച്ചിരിക്കും, സത്യം, നീ മരിച്ചുകൊണ്ടേയിരിക്കും. മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിക്കുന്നത് എങ്ങനെയാ? നീ മരിക്കും, നിശ്ചയം, ഉറപ്പായും, സർട്ടനിറ്റി, യു ഷാൽ ഡൈ. നമുക്കറിയാമല്ലോ, മനുഷ്യന് മരണം ദൈവം വെച്ചിരുന്നതല്ല. ഇൻ ഗോഡ്സ് ഐഡിയൽ പ്ലാൻ there was no death. In God's ideal plan, man and God living in unity. മനുഷ്യനും ദൈവം ഒന്നിച്ച് ജീവിക്കുന്ന ഏറ്റവും മനോഹരമായ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും അതുപോലെ ഏറ്റവും ആനന്ദത്തിൻ്റെയും ഒരു ചിത്രമാണ് വേദപുസ്തകത്തിൽ ആത്യന്തികമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യനാണ് മരണം തിരഞ്ഞെടുത്തത്. ഡെത്ത് വാസ് എ ചോയ്സ് ഓഫ് മാൻ. ദൈവം പറഞ്ഞു, ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നില്ലെങ്കിലോ മരിക്കുകയില്ല, നിശ്ചയം. തിന്നാലോ മരിക്കും, നിശ്ചയം. 3-ാം അധ്യായത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വരികയാണ്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നതെന്ന്. അപ്പോൾ അതാ പ്രശ്നം. ദൈവം പറഞ്ഞു, യു ക്യാൻ ഈറ്റ് ഓൾ. പിശാച് ചോദിക്കുന്നത് എന്താ? എനി. ഓൾ, എനി. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം എക്സെപ്റ്റ് വൺ. പക്ഷെ പിശാചിനല്ല വേണ്ടത്. ഏതെങ്കിലും ഒന്ന് തിന്നരുത് പറഞ്ഞിട്ടുണ്ടോ? ഹാസ് ഗോഡ് സെഡ് എനി? യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. ദൈവം പറഞ്ഞു, മരിക്കും, നിശ്ചയം. മരിക്കുകയില്ല, നിശ്ചയം. മരിക്കും, നിശ്ചയം. മരിക്കുകയില്ല, നിശ്ചയം. Now you are in a higgledy-piggledy. Which one you will choose? മരിക്കും, മരിക്കയില്ല, മരിക്കും, മരിക്കയില്ല. ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? വാട്ട് വിൽ ഐ ബിലീവ്? നൗ ഹിയർ ഈസ് എ ഡൈലമ ഫോർ ദ ഫസ്റ്റ് വുമൺ ഓഫ് ക്രിയേഷൻ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിലെ ആദ്യത്തെ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? അവൾ പറഞ്ഞു, ഞാൻ പാമ്പ് പറഞ്ഞ് തിരഞ്ഞെടുക്കും. ഐ വിൽ ബിലീവ് വാട്ട് സൈറ്റൻ സെഡ്. പിശാച് എന്താണോ പറഞ്ഞത്, പാമ്പ് എന്താണോ പറഞ്ഞത്, അത് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ടാണ് പാപം എന്ന് പറയുന്നത് അവിശ്വാസം എന്ന് പറയാൻ കാരണം. അവിശ്വാസമാണ് പാപം. അങ്ങനെയാണെങ്കിൽ പാപത്തിലുള്ള വിടുതൽ എന്തിൽ നിന്ന് വരും? പാപം അവിശ്വാസം മുഖാന്തരമാണെങ്കിൽ പാപത്തിൻ്റെ പരിണതഫലമായ മരണത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള രക്ഷയ്ക്കുള്ള മാർഗം എന്താ? വിശ്വാസം. അവിശ്വാസം പാപമാണെങ്കിൽ വിശ്വാസമാണ് ഈ പാപത്തിനുള്ള ഏറ്റവും നല്ല മറുമരുന്ന്. അതുകൊണ്ട് ആ വിശ്വാസത്തെക്കുറിച്ച് ഉപദേശിമാർ കോണോട് കോട് നിന്നും ട്രാക്ട് കൊടുത്തും ഇൻ്റർനെറ്റിലൂടെയും റേഡിയോയുടെയും ടെലിവിഷനിലൂടെയും കൺവെൻഷനിലും ക്രൂസൈഡിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു ഏകരക്ഷിതാവ്, വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കാനുള്ള പറയാനുള്ള കാരണം എന്താണ്? ജീവൻ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം വിശ്വാസം മാത്രമാണ്. ഇന്ന് നോക്കിയേ, നിങ്ങൾക്ക് ഈ കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നില്ല. ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ പിശാചിൻ്റെ ഒരു ടാക്ടിക്സ്, അവൻ്റെ തന്ത്രങ്ങൾ കാണാം. എന്താ? ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സംശയം ഉണ്ടാക്കും. വാസ്തവത്തിൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ
പണ്ട് രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാൻ പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൽപ്പനകളെല്ലാം കാണാതെ പറഞ്ഞ് പഠിച്ചെങ്കിലേ കല്യാണം നടത്തത്തുള്ളൂ. അപ്പോൾ ഒരുത്തൻ ആദ്യം പള്ളിമേടെ ചെന്നു. അപ്പോൾ അച്ഛൻ ഈ കൽപ്പനകളെല്ലാം ഒന്ന് കാണാതെ പറയാൻ പറയുന്നതിന് പകരം പുള്ളി ചോദിച്ചു എത്ര കൽപ്പനകളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛൻ അത് 10 അല്ലേ? 10 ഉള്ളോ? 11 11ഉണ്ടോ? 12 അല്ല അച്ഛാ, 12 കൽപ്പനയോ? 13 എനിക്ക് തോന്നുന്നത്. 13 15 അങ്ങനെ 25 വരെ പോയി. അച്ഛൻ പറഞ്ഞു നീ ആദ്യം പോയത് പഠിച്ചിട്ട് വന്നിട്ട് അതിന് ശേഷം നിൻ്റെ കല്യാണം അവിടെ നടത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. കൽപ്പനകൾ എത്ര പോലും ഉണ്ടെന്ന് അറിയാതെ ഒന്നിരിക്കുക ഒരുത്തൻ. ഇവൻ ഈ പള്ളിമേടന്ന് താഴെ പോകുന്ന വഴിക്ക് ഇവൻ്റെ കൂടെ വിവാഹം കഴിക്കുവാൻ വേണ്ടി തയ്യാറായ ചെറുപ്പക്കാരൻ മുകളിലോട്ട് അച്ഛൻ്റെ കാണാൻ വേണ്ടി പോന്നു. അപ്പോൾ അവനോട് ചോദിച്ചു എടാ എത്ര കൽപ്പനകളുണ്ട്? അപ്പോൾ അവൻ പറഞ്ഞു 10 കൽപ്പന. ഞാനവിടെ 25 പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചിട്ടില്ല. സംശയം ജനിപ്പിക്കുക, അതാണ് ഇവിടെ പിശാചിൻ്റെ തന്ത്രം. 1. 2, ദൈവം ഒരു പിശുക്കനാണെന്ന് തോന്നിപ്പിക്കുക. എന്താ ഈ കാണുന്ന എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് തരേണ്ടതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്നാണ് പിശാച് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ തോട്ടത്തിലുള്ള എല്ലാ പഴം നീ തിന്നണം. നടുവിലുള്ള ഒന്നിനെ മാത്രം അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഈസ് നോട്ട് ഓൾ ലവിങ്, ഈസ് നോട്ട് ബെനവലൻറ്റ്, ഈസ് റിസർവിങ് സംതിങ്. അവന് പിശുക്കനാണ്, എല്ലാം നിനക്ക് അനുവദിക്കുന്നില്ല. സോ ഗോഡ് ഈസ് എ മൈസർ. അതാണ് അവന് രണ്ടാമത് പഠിപ്പിക്കുന്നത്. പിന്നെ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നാണ് പിശാച് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് പരസ്പര വിരുദ്ധമായി പഠിപ്പിക്കുന്നതാണ് പൈശാചികം. ഇന്നത്തെ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ വേദപുസ്തകത്തിലെ ഉപദേശവും നല്ല മനുഷ്യൻ പറയുന്നതാണോ? ഇൻ്റർനെറ്റിലും ടെലിവിഷനിലും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്കറിയാം. വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഓരോ ആളുകളും പ്രസംഗിക്കുന്നത്. Nobody wants to check with the word, and word is truth, it is eternally settled in heaven. ആകാശം മാറിപ്പോയാലും ഒരു വള്ളിയോ പുള്ളിയോ മാറാത്ത സുസ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം മാത്രമാണ് സത്യം. ഇവിടെ പിശാച് പറയാണ് നീ മരിക്കുകയില്ല നിശ്ചയം. ദൈവം നിശ്ചയം എന്ന് പറയുന്നു, ഇവനും പറയുന്നു നിശ്ചയം. അതിൽ അവൾ വീണു. മാത്രമല്ല ദൈവത്തിൻ്റെ നന്മയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങളിത് തിന്നു കഴിഞ്ഞാൽ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകണമെന്നുള്ളത് ദൈവത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ മരത്തിലേക്കുള്ള പ്രവേശനം നിഷിദ്ധമായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം അത്ര നല്ലവനൊന്നുമല്ല. നമ്മൾ സാധാരണ പറയണല്ലോ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമല്ല. ഓൾ ദ ടൈം ഗോഡ്, ചില കാര്യത്തിലൊക്കെ ഉള്ളു നന്മ, എല്ലാ കാര്യത്തിലും ദൈവം ഓൾവേസ് നോട്ട് ഗുഡ്. ഓക്കെ, സോ ഡോണ്ട് ട്രസ്റ്റ് ഗോഡ്. യു ബിലീവ് മീ, ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി. അങ്ങനെയാണ് മനുഷ്യൻ വീണുപോയത്. നമുക്കറിയാമല്ലോ, പാപത്തിൻ്റെ ഉത്ഭവം അവിടെ ആരംഭിക്കുകയാണ്. പിന്നെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പാപത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ ധാരാളമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ നമുക്ക് സമയം അനുവദിക്കുന്നുള്ളൂ. 1, അവിശ്വാസം. റോമാലേഖനം 14-ാം അധ്യായം 23-ാം വാക്യം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. നോക്കൂ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപം. അങ്ങനെയാണ് പാപത്തിൻ്റെ ഉത്ഭവം. 2, അധർമ്മം. 1 യോഹന്നാൻ 3:4, പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. 3, അനീതി. 1 യോഹന്നാൻ 5:17, ഏത് അനീതിയും പാപമാകുന്നു. പാപത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ ധാരാളമുണ്ട്. ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ദി എൻറ്റയർ ഹമാർഷിയോളജി. പാപശാസ്ത്രത്തെക്കുറിച്ച് പറയുവാൻ നമ്മുടെ സമയം നമ്മുടെ മുമ്പില്ലാത്തതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പാപം അവിശ്വാസമാണ്, പാപം അധർമ്മമാണ്, പാപം അനീതിയാണ്. പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, പാപത്തിൻ്റെ നിർവചനത്തെക്കുറിച്ച് ചിന്തിച്ചു, പാപത്തിൻ്റെ പരിണിതഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ ഈ സ്ത്രീ ഈ പഴം പറിച്ചു തിന്നു. നമുക്കറിയാം ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. വാട്ട് എ ഗ്രേഷ്യസ് ഗോഡ്, വാട്ട് എ ബെനവലന്റ് ഗോഡ്. ഇതെല്ലാം മുന്നമേ മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ അവിടെ വന്നുകൊണ്ട് ചോദിക്കുക, ദൈവം ആ തോട്ടത്തിൽ വെയിലാറിയപ്പോൾ നടക്കാൻ വരികയാണ്. അപ്പോൾ ചില യുക്തിവാദികളൊക്കെ ഉണ്ട്. അവർ ചോദിക്കും, ഈ മനുഷ്യൻ പഴം തിന്നൊക്കെ ദൈവത്തിന് അറിയത്തില്ലയോ? നിങ്ങളുടെ ദൈവം സർവ്വജ്ഞാനിയല്ലേ? അവനെല്ലാം മുന്നമേ അറിയുന്നതല്ലേ? ആണല്ലോ. ഒരാൾ ഉപദേശിയോട് ചോദിച്ചു,
അല്ല, ഈ ദൈവം ഈ പഴമൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഈ മരങ്ങളൊക്കെ ഉണ്ടാക്കി ആദാമിനെ അവിടെ ആക്കിയപ്പം ഈ ആദാമും ഹവ്വയൊക്കെ അത് പോയി പറിച്ചു തിന്നുമെന്നും അവർ പാപത്തിൽ വീഴുമെന്നും നഗ്നരാകുമെന്നും ഒളിച്ചിരിക്കുന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയത്തില്ലായിരുന്നു മുമ്പേ. അറിയാമായിരുന്നു. പിന്നെ എന്തിനാ ദൈവം ഈ തോട്ടത്തിൽ ഇവരെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു കൽപ്പന കൊടുത്തത്? അപ്പോൾ ഉപദേശം പറഞ്ഞു, ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യുമെന്നും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നും അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആദാമിനെ അന്വേഷിക്കുമെന്നും അവസാനം ഒരു മശിയെ പ്രഖ്യാപിക്കുമെന്നും ആ മശിക ചരിത്രത്തിൽ വരുമെന്നും ഒക്കെ ദൈവം തമ്പുരാനെ അറിയാമായിരുന്നു. സോ വാട്ട് വാസ് ഹി ഡൂയിങ്? അപ്പോൾ ഉപദേശം പറഞ്ഞു, ഇതുപോലെയുള്ള കൊനഷ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അടിക്കാൻ വേണ്ടി ദൈവം നിത്യതയിൽ വടിവെട്ടുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഗോഡ് ന്യൂ എവറിത്തിങ്. ദൈവത്തിന് എല്ലാം അറിയാം. ഹി നോസ് ദ ഹോൾ തിങ് ഫ്രം എ ടു സി. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാം ദൈവത്തിനറിയാം. പരിണതഫലം എന്താണെന്നറിയാമോ? ഈ സ്ത്രീ പറിച്ചു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. രണ്ടുപേർക്കും നഗ്നത മനസ്സിലായി. അവർ അത്യല കൂട്ടിത്തുന്നി. ദൈവം നടക്കുന്ന ശബ്ദം കേട്ടു. അവർ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ? ഇനി പാപത്തിൻ്റെ ഓർഡർ നിങ്ങൾ നോക്കണം. പാപത്തിൻ്റെ ഓർഡർ എവിടെയാണ് ആരംഭിക്കുന്നത്? പാമ്പൽ. രണ്ടാമത്തത് സ്ത്രീ, അവൾ പറിച്ചു, അവന് കൊടുത്തു. 3 ആദാം. പക്ഷേ ദൈവത്തെ ചോദ്യം ആരോടാ? നീ എവിടെ? വേർ ഈസ് ആഡം? ആഡം വേർ ആർ യു? ലീഡർ വേർ ആർ യു? നിന്നെയാണ് ഞാൻ ആദ്യം സൃഷ്ടിച്ചത്, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. നീ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? ഞാൻ നഗ്നനാണ്. നീ നഗ്നനാണെന്ന് എന്നോട് ആര് പറഞ്ഞു? തിന്നരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നു എന്നവൻ ചോദിച്ചു. അതിനവൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ദ വുമൺ ഹൂം യു ക്രിയേറ്റഡ് ടു ബി വിത്ത് മീ. നമ്മൾ ഈ ഭാഗം വായിച്ചാൽ പാപത്തിൻ്റെ പരിണതഫലം പല റേഞ്ചിലോട്ടാണ് പോകുന്നത്. ഒന്ന്, അത് മാനസികമാണ്, സൈക്കോളജിക്കൽ നാണം. നമുക്കറിയാം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ മനുഷ്യനും ഭാര്യ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും എന്നാണ്. അറു, നാണം. അറു എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ആ വാക്കിന്. വീക്ക്നെസ്, ബലഹീനം. യോസഫിൻ്റെ സഹോദരന്മാർ ഭക്ഷണം കൊള്ളുവാൻ വേണ്ടി ഈജിപ്തിൽ വന്നപ്പോൾ യോസഫ് അവരോട് പറയുന്നുണ്ട്, യു ഹാവ് കം ടു സീ ടു സ്പൈ ഔട്ട് ദ വീക്ക് ഏരിയ ഓഫ് ദ ലാൻഡ്. ഈ ദേശത്തിൻ്റെ ബലഹീനമായ ഭാഗങ്ങൾ ഒറ്റുനോക്കുവാൻ വന്ന ഒറ്റുകാരാണ് നിങ്ങൾ എന്നവരെ കുറ്റപ്പെടുത്തി കൊണ്ട് പറയുന്നുണ്ട്. അവിടെ ആ പറയുന്ന ആ വാക്കുണ്ടല്ലോ, ബലഹീന, സെയിം വേർഡ് എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ മോശ എഴുതി വച്ചിരിക്കുകയാണ്, ദേ ആർ വീക്ക്, നൗ ദേ ആർ എബൌട്ട് ടു ഫോൾ. 3-ാം അധ്യായത്തിൽ അവർ വീഴുകയാണ്. അറൂ. അവർക്ക് നാണം തോന്നിയില്ല, പക്ഷേ ഇപ്പോൾ അവർക്ക് നാണം തോന്നി. അതാണ് മാനസികമായിരിക്കുന്ന ഒരു പരിണതഫലം. 2, സാമൂഹികമായ ഒരു പരിണതഫലം. എന്താ അത്? കുറ്റപ്പെടുത്തൽ, ബ്ലെയിം ഗെയിം സ്റ്റാർട്ടഡ്. അല്ലേ? ആരും കുറ്റം അംഗീകരിക്കത്തില്ലല്ലോ. അംഗീകരിക്കുമോ? ആരും കുറ്റം അംഗീകരിക്കത്തില്ല. നിങ്ങൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? തൻ്റേതല്ലാത്ത കാരണത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവോഴ്സ് ആയത് എൻ്റെ കുഴപ്പം, മറ്റേ പുള്ളിയുടെ കുഴപ്പമാണ്. പിന്നെ സ്വയത്തെക്കുറിച്ച് എഴുതുമ്പോഴോ, സ്വയത്തെക്കുറിച്ച് എഴുതുമ്പോൾ എല്ലാം പൊക്കിയേ പറഞ്ഞത്. സുന്ദരനും സുമുഖനും സൽസ്വഭാവിയും 25 വയസ്സുള്ളതുമായ ചെറുപ്പക്കാരന് സ്വന്തം അങ്ങ് പറഞ്ഞേക്കുവാണ്. എന്താണ്? നമ്മൾ സുന്ദരനാണ്, സൽസ്വഭാവിയാണ്. നമുക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വളരെ നല്ലതാണ്. ഏതെങ്കിലും പാളിച്ച് വന്നു കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാണ്. എന്തിനധികം പറയുന്നു, ഏതെങ്കിലും ഒരു വസ്ത്രം നമുക്കിടാൻ വാങ്ങിയപ്പോൾ നല്ല ഫിറ്റായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ വണ്ണം വെച്ചു. നമ്മൾ വണ്ണം വെച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് കയറുന്നില്ല, കയ്യും കയറുന്നില്ല, ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അതുപോലത്തെ വണ്ണം വെച്ച് കഴിയുമ്പോൾ ഞാൻ വണ്ണം വെച്ചു എന്നൊരു മനുഷ്യൻ പറയത്തില്ല. അവരെന്താ പറയുന്നറിയോ? ഉടുപ്പ് ചെറുതായിപ്പോയെന്ന്. ഉടുപ്പെങ്ങനെ ചെറുതായി പോകുന്നത്? ഒരിക്കലും ചെറുതാകത്തില്ല. ഇതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. ഞാൻ തെറ്റുകാരനാണെന്ന് ആരും പറയത്തില്ല. ഇവിടെ ആദാം പറയാണ്, നീ എന്നോടുകൂടെ ഇരിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ച സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തന്നു. നിന്നോട് ഞാൻ പറഞ്ഞു ഈ സ്ത്രീയെ സൃഷ്ടിക്കാൻ? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നോടുകൂടെ ഇരിക്കാൻ വേണ്ടി നിന്റെ ഐഡിയ, ദിസ് നോട്ട് മൈ ഐഡിയ, യുവർ ഐഡിയ. ആൻഡ് ദിസ് വുമൺ ഈ സ്ത്രീ. ഭാഷ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ.
2-ാം അധ്യായത്തിൽ അവൻ്റെ ഭാര്യയിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കി ഗാഠനിദ്ര വരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അവൻ ഉറക്കം ഉണർന്നപ്പോൾ അവൻ്റെ മുൻപിൽ ഇതാ ഉദിച്ചു നിൽക്കുന്ന ഭാനു പോലൊരു സ്ത്രീ, അവനെപ്പോലെ തന്നെ പക്ഷെ വ്യത്യസ്തമായി, അല്ലേ? വളരെ മൃദുലമുള്ള ശരീരം, സൗമ്യമായ സ്വഭാവം, നീണ്ട മൂക്ക്, വിടർന്ന കണ്ണുകൾ, ചുവന്ന ചുണ്ടുകൾ, ഇറങ്ങിക്കിടക്കുന്ന മുടി, ഇതെല്ലാം കൊണ്ട് അത്ഭുത പരതന്ത്രനായി അമ്പരന്ന് ഇവനും ഈ വായം പൊളിച്ച് നിൽക്കുകയാണ്. ഹൗവയെ കണ്ടപ്പോൾ അവൻ എന്ത് പറയണമെന്നറിയില്ല. ഒരു പേര് പോലും വിളിക്കാൻ പറ്റിയില്ല. പേര് വിളിക്കുന്നത് 3-ാം അധ്യായത്തിൽ പാപം ചെയ്തതിന് ശേഷമാണ്, അവസാനമാണ് അവൻ ഹൗവ എന്നുള്ള പേരിടുന്നത്. ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞെന്താ അറിയോ? യു ആർ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്, ബോൺ ഓഫ് മൈ ബോൺ. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. എൻ്റെ എല്ലാം അല്ലേ, ഞാനല്ലേ നീ അല്ലേ അത്, ഉൽപ്രാക്ഷ അല്ലേ, അതല്ലയോ ഇത്, ഇതല്ലയോ അത്. അതാണ് അവനൊരു ആശങ്കയായി. അവന് ഈ ഹൗവയെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയല്ല. പക്ഷേ അവൻ ആദ്യം ചെയ്യുന്നറിയാമോ? യു ആർ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്, ബോൺ ഓഫ് മൈ ബോൺ. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. എബ്രായ ബൈബിളിൽ ആദ്യത്തെ കവിതയാണത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആദ്യം പാട്ട് പാടിയത് ഇതുപോലത്തെ സ്റ്റേജിലല്ല. ആദ്യം പാട്ട് പാടിയത് ഒരു സ്ത്രീയെ കണ്ടപ്പോഴാണ്. ഭാര്യയ്ക്ക് വേണ്ടി പാടുന്ന നല്ല ഒരു ഭർത്താവ്, അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി പാട്ട് പാടിക്കൊണ്ട് പറയാണ്, ഓ യു ആർ മൈ ഓൾ ഇൻ ആൾ, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പാട്ട് പാടിക്കൊണ്ട് അവരുടെ ജീവിതം ആരംഭിച്ചത്. പക്ഷേ പിശാച് ഈ പാമ്പ് തോട്ടത്തിൽ വന്നതിന് ശേഷം അവൻ്റെ ഭാഷ മാറിയപ്പോൾ അവൻ എന്താ പറയുന്നത്? നീ എന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി നീ ഉണ്ടാക്കി തന്ന ഈ സ്ത്രീ നോക്കിയേ. അപ്പോൾ അസ്ഥിയിൽ നിന്ന് അസ്ഥി എന്തിയേ, മാംസത്തിൽ നിന്ന് മാംസം എന്തിയേ? ഭാഷ മാറുന്നു, അല്ലേ? ശരിയല്ലേ? ഒരു സ്ത്രീ പറഞ്ഞു ഭർത്താവിനോട്, ഈ എൻ്റെ മനുഷ്യ, നിങ്ങൾ അതാണ്ട് അപ്പുറത്തെ ആ മനുഷ്യനെ നോക്ക്, അയാൾ വൈകുന്നേരം വരുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാം ഭാര്യയെ വിളിക്കുന്ന എൻ്റെ മുന്തിരി, എൻ്റെ ആപ്പിളെ, എൻ്റെ പൈനാപ്പിളെ, അങ്ങനെയൊക്കെയാണ്. എന്തൊരു സ്നേഹമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എടി അവന് പഴക്കടയാണ്, എനിക്ക് ഇരുമ്പ് കടയാണ്. പാവം വരുമ്പോൾ നമ്മുടെ ഭാഷ മാറും. ഇവിടെ ഇവൻ പറയുന്നത്, നീ എന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി നീ സൃഷ്ടിച്ച ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ സാമൂഹികമായൊരു പ്രശ്നമുണ്ടായി, സോഷ്യോളജിക്കൽ പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞു സൈക്കോളജിക്കൽ പ്രോബ്ലം നാണം, സോഷ്യോളജിക്കൽ പ്രോബ്ലം കുറ്റപ്പെടുത്തൽ, ബ്ലെയിം ഗെയിം സ്റ്റാർട്ടഡ്. മാത്രമല്ല ആ കോൺഫ്ലിക്റ്റ് അന്ന് ആരംഭിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ജെൻഡർ ഡിസ്ഫോറിയയും സെക്സ്വൽ പെർവേഷനും അതുപോലെ ഫെമിനിസവും മെയിൽ ഷോവനിസവും എന്നൊക്കെ പറയുമല്ലോ, ആൺഗോയ്മ എന്നൊക്കെ പറയുമല്ലോ. ഫെമിനിസം, ഫെമിനിസ്റ്റുകൾ എന്നുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ സമകാലിക മലയാളത്തിൽ എല്ലാവർക്കും അറിയുന്ന വാക്കുകളാണ്. അതെല്ലാം അന്ന് തുടങ്ങിയതാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ഐക്യതയിൽ തുടരുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചപ്പോൾ പിശാചിൻ്റെ അതിൻ്റെ ഇടയിൽ വരികയും പാപം അവിടെ സംഭവിക്കുകയും ഇവർ തമ്മിലൊരു വിഘടിപ്പുണ്ടാകുകയും ഇവരുടെ ആ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാകുകയും, ഇതൊക്കെയാണ് പാപത്തിൻ്റെ പരിണതഫലം. മാനസികമാണ്, സാമൂഹികമാണ്. അതുകൊണ്ടാണ് അന്ന് തൊട്ട് സ്ത്രീയെ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി പുരുഷൻ ശ്രമിക്കുന്നത്. ഞാൻ ഈയിടയ്ക്ക് ഒരു രസം നോക്കി കേട്ടോ. നമ്മുടെ പഴഞ്ചൊല്ലുകളുടെ സ്ത്രീകളെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി. ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ത്രീകൾ മതത്തിൽ, സ്ത്രീകൾ സംസ്കാരത്തിൽ, സ്ത്രീകൾ സാഹിത്യത്തിൽ, സ്ത്രീകൾ നമ്മുടെ നിയമത്തിൽ, ഇങ്ങനെ സ്ത്രീകളെക്കുറിച്ച് പല ഏരിയകൾ എങ്ങനെയാണ് സമൂഹം അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പഴഞ്ചൊല്ലിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ട ചില പഴഞ്ചൊല്ലുകൾ നോക്കണം. എന്തുമാത്രം സ്ത്രീ വിരുദ്ധമാണ്. സഹോദരിമാരെ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എന്നെ ഇവിടുന്ന് ഇതുപോലെ തന്നെ പറഞ്ഞു വിടണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അമ്മയും മകളും പെണ്ണു തന്നെ, 60 പെരുകിയാലും മുന്നറിവ് പെണ്ണിനില്ല. നായും നാരിയും ഇഞ്ചയും ചതയ്ക്കുന്നിടത്തോളം നന്നാകും. നാരി ഭരിച്ചിടും നാരകം വെച്ചിടം, കൂവളം കെട്ടിടം നായ് പെറ്റടം. പാമ്പിന് തല്ലുകൊള്ളാൻ വാല്, പെണ്ണിന് തല്ലുകൊള്ളാൻ നാവ്. പെൺചിരിച്ചാൽ പോയി, പുകയില വിടർത്തിയാൽ പോയി. പെൺചൊല്ലു കേൾക്കുന്നവന് പെരുവഴി, പെണ്ണാകുന്നതിലും ഭേദം മണ്ണാകുന്നത്. പെണ്ണായി പിറന്നാൽ മണ്ണായിത്തീരും വരെ കണ്ണീര് കുടിക്കണം. പെണ്ണിനെയും മണ്ണിനെയും ദണ്ണിക്കും തോറും ഗുണമേറും. പെണ്ണൊരും പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. പെൺപട പടയല്ല, മൺചിറ ചിറയല്ല. പെൺ പിറന്ന വീട് പോലെ പെൺബുദ്ധി പിൻബുദ്ധി. മുടിയാൻ കാലത്ത് മുന്നല പുരത്തുനിന്ന് പെണ്ണ് കെട്ടി അവളും മുടിഞ്ഞു ഞാനും മുടിഞ്ഞു. സ്ത്രീകളുടെ മുടിക്ക് നീളം കൂടും, പക്ഷെ ബുദ്ധിക്ക് കുറയും. പെണ്ണ് കെട്ടി കണ്ണ് പൊട്ടി, ആണിന് തല 10, പെണ്ണിന് തല പാതി. കുറച്ച് മാത്രം ഞാൻ വായിച്ചുള്ളൂ കേട്ടോ. എന്തുമാത്രം സ്ത്രീ വിരുദ്ധതയാണ്. ഈ ഫെമിനിസം 1950 തുടങ്ങുന്ന അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പറയാൻ സമയമില്ല. ഇറ്റ്സ് എ റിയാക്ഷൻ ടു മെയിൽ ഷോവനിസം.
ഈ ആൺതനിമ, ആൺപോരുമയ്ക്ക് എതിരായിട്ട് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ഒരു വികാരമായിരുന്നു ഫെമിനിസം. രണ്ടുപേരും കൂടെ രമ്യതയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണ് കുടുംബം, ഭവനം. പക്ഷേ അതിൻ്റെ തോർപ്പിട വെച്ച് അതിൻ്റെ ആ ഐക്യത തകർക്കുവാൻ വേണ്ടി പിശാച് തോട്ടത്തിൽ വന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും പിരിച്ചപ്പോൾ ഇവർക്കുണ്ടായത് മാനസിക പ്രശ്നം, ഇവർക്കുണ്ടായത് സാമൂഹിക പ്രശ്നം, മാത്രമല്ല ഇവർക്കൊരു ആത്മീയ പ്രശ്നം കൂടെ ഉണ്ടായി. എന്താ? ഒന്ന് ഒളിച്ചിരുന്നു, ഇവന് നന്ദിയില്ല. ദൈവം ഉണ്ടാക്കി ഈ സ്ത്രീയെക്കുറിച്ച് നന്ദിയോടെ പറയണ്ടേ, ഓ ലോർഡ് താങ്ക് യു, ഞാൻ ഈ മൃഗങ്ങൾക്കെല്ലാം പേരിട്ടു. ആന വന്നു, ആനയുടെ ഭാര്യ വന്നു, അതുപോലെ തുമ്പി വന്നു, തുമ്പിയുടെ ഭാര്യ വന്നു, പാമ്പ് വന്നു, പാമ്പിൻ്റെ ഭാര്യ വന്നു, കുരങ്ങച്ചൻ വന്നു, കുരങ്ങച്ചിയും വന്നു, പക്ഷെ ഞാൻ മാത്രം ഇവിടെ ഏകൻ. കർത്താവേ, അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെ? ഇവരെല്ലാം പെട്ടയായിട്ടാണ് നീ സൃഷ്ടിച്ചത്. നമുക്ക് നീ എന്തെങ്കിലും വലിയ പദ്ധതി ഉണ്ടോ? യു ഹാവ് എനി പ്ലാൻ ഫോർ മീ? ഐ ഡോണ്ട് സീ എനിത്തിങ് അറൗണ്ട് മീ. നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, അവന് പറ്റിയ ഒരു തക്ക തുണയെ അതിൽ കണ്ടെത്തിയില്ല താനും. അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? അവന് പറ്റിയൊരു തുണയെ കണ്ടെത്തിയില്ല. എന്നാൽ അവൻ ദൈവത്തിനോട് ചെന്ന് പറയണ്ട, കർത്താവേ എന്താ നിൻ്റെ പരിപാടി? എനിക്ക് പറ്റിയൊന്നും ഈ കൂട്ടത്തില്ല, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. എന്നാൽ അവനറിയാതെ അവന് വേണ്ടി ഏറ്റവും മെച്ചമായി ഉണ്ടാക്കിയപ്പോൾ അവൻ നന്ദിയോടുകൂടെ ദൈവത്തോട് പറയണ്ടേ, ലോർഡ് താങ്ക് യു ഫോർ creating this beautiful woman to be my lifelong companion. We both will serve you, we will love you, we will live for you. ദൈവമേ, ഞങ്ങൾ നന്ദിയോടുകൂടെ നിന്നെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ജീവിക്കും. എനിക്കൊരു ഭാര്യ തന്നായി നന്ദി എന്നവൻ പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. നന്ദിയില്ലായ്മ, ഇതാണ് പാപത്തിൻ്റെ പരിണത ഫലം. ഇതൊരു ആത്മീയ പ്രശ്നമാണ്. മാത്രമല്ല ഇവിടെ ഒരു മോറൽ ഇഷ്യൂ, ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്. എന്താ ധാർമ്മിക പ്രശ്നം അറിയാമോ? നന്മതിന്മകളെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് തിരിച്ചറിയാം. പിന്നെ ഒരു പ്രകൃതിപരമായൊരു പ്രശ്നം കൂടെ ഉണ്ട്, നാച്ചുറൽ. ദൈവം പറയുകയാണ്, മുള്ളും പറക്കാരും നിനക്ക് ഭൂമിയിൽ നിന്ന് മുളയ്ക്കും. അവസാനമായിട്ട് ദർ ഇസ് എ ഫിസിക്കൽ കോൺസിക്വൻസ്, ശാരീരികമായ പരിണതഫലം. എന്താ അത്? നീ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു, പൊടിയിലേക്ക് തിരികെ പോകുന്നു. ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് എവറി മാൻ ഈസ് ഡസ്റ്റ്. ഞാൻ ഒസൂറിലാണ് താമസിക്കുന്നത്. ഹൊസൂറിൽ ഞങ്ങൾ 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് 20 ചർച്ചുകൾ, ഒരു സെമിറ്റേരി, ഓരോരുത്തർക്ക് സ്ഥലം ഇങ്ങനെ വീതിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ശരിക്കൊന്നും വേണ്ട, there are hundreds of people under me and we are fenced around it because people are dying to get in. ശരി, അപ്പോൾ ഈ അവിടെ ആദ്യമായിട്ട് വരാനുള്ള ആൾക്കാർക്ക് വരാൻ അറിയത്തില്ല. അപ്പം GPS ഇട്ട് കൊടുക്കും. അതിൻ്റെ അകത്ത് കയറി നമ്മൾ GPS ഇട്ട് കൊടുത്തിട്ട് ആളുകൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ അവർക്ക് ഫൈനൽ ഒരു മെസ്സേജ് കിട്ടുമല്ലോ, ഈ മറ്റേ ഗൂഗിൾ, യു ഹാവ് റീച്ച്ഡ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മളെല്ലാം പോകുന്ന ഫൈനൽ ഡെസ്റ്റിനേഷനാണ് എന്ത്? ഒരു ശവക്കുഴി. യു ആർ ടേക്കൻ ഫ്രം ഡസ്റ്റ്, യു ഷാൽ ഗോ ബാക്ക് ടു ഡസ്റ്റ്. പാപത്തിൻ്റെ പരിണതഫലം. പാപം എന്തൊരു പ്രശ്നമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഞാൻ ഈ കൂടുതൽ തിയോളജി പഠിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളിൽ നിന്നും പ്രായമുള്ളവരിൽ നിന്നാണ്. ഒരിക്കൽ വലിയ വിദ്യാഭ്യാസവും പഠിപ്പൊന്നും ഇല്ലാത്തൊരു അപ്പച്ചൻ ഞായറാഴ്ച കഴിഞ്ഞത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഞങ്ങളെ രക്ഷിച്ചനായി സ്തോത്രം. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ ഭാഷയാണ്, കർത്താവെ ഈ പാപം എന്ന് പറയുന്നത് എന്നാ വലിയൊരു പ്രശ്നമാണ് കർത്താവെ. സ്വർഗത്തിലിരുന്നുകൊണ്ട് നിനക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവനിവിടെ ജീവിച്ച് കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ച് അവനെ ഏറ്റവും നിന്ദാപൂർവമായ ഒരു മരണവും വഹിച്ച് അവനെ ക്രൂശിച്ച് കൊന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയിട്ടാണ് ഈ പാപത്തിന് പ്രശ്നം. നിനക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത്രയും വലിയ പാപത്തിന് എന്നെ രക്ഷിച്ചനായ സ്തോത്രം. നിഷ്കളങ്കമായൊരു പ്രാർത്ഥന അല്ലേ? പക്ഷെ ആ പ്രാർത്ഥനയിൽ സത്യമുണ്ട്. എന്താ അത്? സിൻ ഈസ് മോർ പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് ദാൻ വി ഓൾ തിങ്ക്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രശ്നകാരിയാണ് പാപം. പാപമില്ലാത്തൊരു ലോകം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. പണ്ട് മരണമില്ലാത്ത ഒരു ലോകം, കാലനില്ലാത്ത ലോകം എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിൽ കാലൻ അല്ലെങ്കിൽ മരണമില്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈ പാപം നമ്മുടെ ലോകത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നാവുമായിരുന്നു. തോട്ടത്തിൽ ആദ്യമായിട്ട് പാപം വന്നു, പാമ്പ് അത് കൊണ്ടുവന്നു, മനുഷ്യൻ തിന്നു, അവൻ ആത്മീയമായി മരിച്ചു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു വിടവുണ്ടായി. മനുഷ്യനും ദൈവവും തമ്മിൽ ഇടർച്ചയുണ്ടായി. മനുഷ്യനും തമ്മിൽ അകൽച്ചയുണ്ടായി. The day you shall eat the fruit, you shall die. ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞു. 4-ാമത്തെ അധ്യായത്തിൽ 2 സഹോദരന്മാർ, കയീനും
ഹാബേലും. കയീൻ കോപാകുലനായി തൻ്റെ സഹോദരനായ ഹാബേലിനെ ഇടിച്ചു നുറുക്കി അവനെ കൊന്ന് അവിടെ ഇട്ടപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പനും അമ്മയും 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ, വിറയ്ക്കുന്ന കൈകളും അതുപോലെ വിതുമ്പുന്ന മനസ്സും വിറങ്ങലിച്ച ശരീരത്തിന് മുൻപിൽ മുട്ടുകൊത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അപ്പനും അമ്മയും അവർ ഈ ശവശരീരത്തെ നോക്കിക്കൊണ്ട് അവർക്കപ്പോൾ മനസ്സിലായി, ഓ ഡെത്ത് ഈസ് റിയാലിറ്റി ആൻഡ് ഡെത്ത് ഈസ് ക്രൂവൽ. ആദ്യത്തെ മനുഷ്യൻ പ്രായം ചെന്നല്ല മരിച്ചത്. ആദ്യത്തെ മനുഷ്യൻ മരിച്ചത് ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിലൂടെയാണ്. ആ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ നല്ല രക്തം വീണ് നനഞ്ഞ മണ്ണാണ് നമ്മുടെ ഭൂമി. Sin is horrible. പാപം എത്ര ക്രൂരമാണ്. ആൻഡ് ഇറ്റ് ഇസ് എ റിയാലിറ്റി. എന്തൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമുക്കറിയാം 4-ാം അധ്യായം തൊട്ട് പാപത്തിൻ്റെ ഒരു തേരോട്ടമാണ്. കയീൻ ഹാബേലിനെ 4-ാം അധ്യായത്തിൽ കൊന്നു. 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. അവനാള് കൊള്ളാമല്ലോ. ആദാമിന് ദൈവം കൊടുത്തു, അല്ലേ? അങ്ങനെ വായിക്കുന്ന ആദാമിന് ദൈവം ഒരു ഭാര്യയെ കൊടുത്തു. മറ്റവൻ വിചാരിച്ചു എനിക്ക് അത്രയും പോരാ, എനിക്ക് ഒരെണ്ണം കൂടെ വേണം. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. അപ്പോൾ കൊലപാതകം ഓൾറെഡി വന്നു, ബഹുഭാര്യത്വം വന്നു. ഇത് നോക്കിയേ, 4-ാം അധ്യായം 23 തൊട്ട് 24 വരെ വായിക്കുമ്പോൾ പ്രതികാരം കാണുന്നു. എൻ്റെ മുറിവിന് പകരം ഞാൻ, ലാമേക്ക് പറയാണ്, എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. അതെന്തോ കണക്കാടേ, എന്തോ കണക്കായത്. പകരത്തിന് പകരം മനസ്സിലാക്കാം, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് മനസ്സിലാക്കാം. പക്ഷേ ഇവൻ പറയാണ്, എന്നെ മുറിവാക്കിയാൽ, എനിക്കൊരു മുറിവ് പറ്റിയാൽ ഞാൻ ഒരു പുരുഷനെ കൊല്ലും. പ്രതികാരത്തിൻ്റെ ഭാഷ. എന്താ കാരണം? പാപം. ഇത് നോക്കിയേ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ 6-ാം അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത്, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും, അത് ശരി, 1:1 തുടങ്ങി, പിന്നെ 1:2 ആയി, പിന്നെ 1:, whatever, ഓരോരുത്തർക്കും ബോധിച്ചതുപോലെ. അതായത് വെള്ളത്തിൻ്റെ അകത്തൊരു കല്ലിട്ട് കഴിഞ്ഞാൽ റിപ്പിൾസ് ഉണ്ടാകുമല്ലോ. ഈ റിപ്പിൾസ് വലുതായി വലുതായി വരുന്നതുപോലെ 3-ാം അധ്യായത്തിൽ പാപം വന്നു, 4-ാം അധ്യായത്തിൽ മരണം വന്നു, ബഹുഭാരിത്വം വന്നു, പ്രതികാരം വന്നു, സദാചാര വിരുദ്ധത വന്നു. 6-ാം അധ്യായം വായിക്കുമ്പോൾ അവർ അകൃത്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ. എന്നാൽ ഭൂമി ദൈവത്തിന് മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ട് സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. മനുഷ്യൻ്റെ ചിന്ത അകൃത്യം നിറഞ്ഞത്, അവൻ്റെ ചെയ്തികൾ അകൃത്യം നിറഞ്ഞത്. പാപം വളർന്ന് 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 വലുതാകുന്നൊരു ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ മാൻ ഈസ് തിങ്കിങ് ഈവിൾ. അവൻ നിരൂപിക്കുന്നത് മുഴുവൻ ദോഷമാണ്. ദിവസം ഒരു വല്യമ്മച്ചിയെ പട്ടി കടിച്ചു, പേപ്പട്ടിയാണ് കടിച്ചത്. പേപ്പട്ടി കടിച്ച ഉടനെ വല്യമ്മച്ചിക്ക് അറിയാം പേവിഷം വന്നു കഴിഞ്ഞാൽ ഈ പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ച് മരിക്കും. വല്യമ്മച്ചി റൂമിലോട്ട് പോയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്ത് പേപ്പറിൽ ഇങ്ങനെ എഴുതുകയാണ്. കൊച്ചുമക്കളെല്ലാം ജനലിൽ കൂടെ നോക്കുമ്പോൾ ആരെയും കയറ്റി വിടുന്നില്ല. അപ്പോൾ കൊച്ചുമക്കൾ വെളിയിൽ നിന്ന് പറയുന്നുണ്ട്, അമ്മച്ചി വിൽപ്പത്രമൊന്നും ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, ഇതിനൊക്കെ മരുന്നുണ്ട്. പണ്ട് 12 സൂചി വെക്കണമായിരുന്നു, ഇപ്പം 3 എണ്ണം മതി, ഇപ്പോൾ 1 എണ്ണം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അമ്മച്ചി പുറത്തോട്ട് വാ, ഇതെല്ലാം പരിഹാരമുണ്ട്, വിൽപ്പത്രം ഒന്നും എഴുതണ്ട, ചാകത്തില്ല അമ്മച്ചി. അമ്മച്ചി പറഞ്ഞു, അല്ല അതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ അഥവാ എനിക്ക് പേപ്പട്ടി വിഷബാധ ഏറ്റ് പേ പിടിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ കടിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കുവാണ്. ഇതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം. ദൈവം തമ്പുരാൻ പറയാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണമൊക്കെയും ദോഷമുള്ളത്. ഈ വേദപുസ്തകം വിശ്വസിക്കാത്ത അല്ലെങ്കിൽ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. അതായത് നമ്മൾ ഇപ്പം ഇവിടെ കൊച്ചിയിലൊക്കെ ഉള്ള ബസ്സിൽ ഈ പോകുന്ന ബസ് റൂട്ടൊക്കെ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ചോക്ക് ബോർഡിൽ ഇങ്ങനെ കാണിക്കുമല്ലോ, വൈറ്റില ഹബ്ബ് ഇന്ന വഴി കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ പോകുമല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ചിന്തിക്കുന്ന സാധനം, ഈ മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കുന്ന സാധനമൊക്കെ ഇതിൽ കൂടെ നമ്മുടെ നെറ്റിൽ കൂടെ ഇങ്ങനെ ഇലക്ട്രോണിക് ചോക്ക് ബോർഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിലോ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും നമ്മുടെ നെറ്റിയിൽ നിന്ന് വായിക്കുവാൻ പറ്റുകയായിരുന്നെങ്കിൽ അയ്യോ എന്തൊരു ഗുരുതരമായ ചിത്രമായിരിക്കും അല്ലേ. നമ്മളെല്ലാം സെൽഫി എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ,
സെൽഫി എടുക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും മുമ്പിൽ വരുന്നത്. കാരണം ബാക്കിയുള്ളവരെല്ലാം ചെറുതാകും, നമ്മളെല്ലാം വലുതാകും. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ സെൽഫി എടുക്കുവാൻ എന്തെങ്കിലും ഒരു ടെക്നോളജി ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തുമാത്രം മലീമസമായിരിക്കുന്ന ഹൃദയമായിരിക്കും നമ്മുടേത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് പഴയ നിയമത്തിലല്ലേ, യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, man's heart is desperately wicked, who can know it? Can a cushion change his skin? ഒരു കൂശന് തൻ്റെ തൊക്കിന് നിറം മാറ്റുവാൻ കഴിയുമോ? പുള്ളിപ്പുലിക്ക് തൻ്റെ അതിൻ്റെ പുള്ളി മാറ്റുവാൻ കഴിയുമോ? കഴിയില്ല. മനുഷ്യൻ്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കാപഢ്യം നിറഞ്ഞത്. ഹൂ കൻ നോ ഇറ്റ്? അത് ആരാഞ്ഞറിയുന്നവനാർ? ദൈവം തമ്പുരാൻ പറയണം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാവമാണ്. ഇവിടെയാണ് മതങ്ങളെല്ലാം കൈമലർത്തുന്നത്. അവർക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ എന്ത് പ്രശ്നമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ചില പറയും അത് അജ്ഞാനമാണ്. ഏതാ? നമ്മുടെ പൗരസ്ത്യ ചിന്താഗതി അനുസരിച്ച് അതെല്ലാം അജ്ഞാനമാണ്, ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസമാണ്, നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. പാപം എന്താണ്? പാപത്തെ പാപമെന്ന് വിളിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ദേ ഡോണ്ട് കോൾ സിൻ ആസ് സിൻ. അവരെന്തിനാ പറയുന്നത്? നമ്മൾ വിശ്വാസികൾ പറയോ പാപത്തെക്കുറിച്ച്? പറയോ? ഇല്ല. ആരെങ്കിലും പറയോ, കർത്താവെ എനിക്ക് ദ്രവ്യാഗ്രഹമുണ്ട്, എന്നോട് ക്ഷമിക്കണം. കർത്താവ് എനിക്ക് മുൻകോപമുണ്ട്, എന്നോട് ക്ഷമിക്കണം. കർത്താവെ ഞാൻ അഹങ്കാരിയാണ്, എന്നോട് ക്ഷമിക്കണം. കർത്താവെ എനിക്ക് കപടഭക്തിയുണ്ട്, എന്നോട് ക്ഷമിക്കണം. പറയോ? നമ്മൾ ആരും പറയത്തില്ല. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിന്ന് പറയുന്നത് എന്താ? കർത്താവെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും, കുറ്റങ്ങളും കുറവുകളും ബലഹീനതയല്ല, കോൾ സിൻ ആസ് സിൻ, കോൾ സ്പെയ്ഡ് ആസ് സ്പെയ്ഡ്. പാപത്തെ പാപം എന്ന് വിളിക്കണം. പക്ഷേ പാപത്തെ പാപം എന്ന് വിളിക്കാൻ മനുഷ്യന് താല്പര്യമില്ല. അതുകൊണ്ടാണ് മതങ്ങളെല്ലാം കൈ മലർത്തുകയാണ്. ബുദ്ധിസ്വതം കൊണ്ടല്ലേ പറയുന്നത്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം ഹി ഹാസ് ലോട്ട് ഓഫ് ഡിസയർ. അവൻ്റെ ആഗ്രഹം, അബോളിഷ് ഡിസയർ. എന്താ മനുഷ്യൻ കക്കുന്നത്? അവന് സ്വത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ സ്വത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം നാം മാറ്റിവെക്കുകയാണെങ്കിൽ കക്കുകയില്ല. സി, എന്തുകൊണ്ടാണ് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നത്? എനിക്ക് അവളെ ഭാര്യയായിട്ട് ലഭിക്കണം, അവളുടെ കൂടെ എനിക്ക് കിടക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. അബോളിഷ് ദാറ്റ് ഡിസയർ. ആ ഒരു ആഗ്രഹം മാറ്റിക്കഴിഞ്ഞാൽ നല്ലവനാകും. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ പ്രശ്നം. അല്ല സാർ, ഐ എം സോറി ബുദ്ധ, that is not the reason. Man is sinful. മതങ്ങൾക്കറിയത്തില്ല, ഇസങ്ങൾക്കറിയത്തില്ല, ഇതിഹാസങ്ങൾക്കറിയത്തില്ല, ശാസ്ത്രജ്ഞന്മാർക്കറിയത്തില്ല, എഴുത്തുകാർക്കറിയത്തില്ല, സാഹിത്യകാരന്മാർക്കറിയത്തില്ല, ചരിത്രകാരന്മാർക്കറിയത്തില്ല, പഠിതാക്കൾക്കറിയത്തില്ല. ലോകം മുഴുവൻ റിസർച്ച് ചെയ്തവർ നോക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദ വേൾഡ്? ലോകത്തിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് പല ഉത്തരങ്ങളാണ്. ഒരു ഉത്തരവും ശരിയാകാതെ വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, man's problem is sin. മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്. അയ്യോ, ഞാൻ അകൃത്യത്തിൽ ഗുരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അയ്യോ ഞാൻ എന്തൊരു അരിഷ്ട മനുഷ്യൻ. ഇതാണ് റിയാലിറ്റി. ദിസ് ഇസ് ഗ്രൗണ്ട് റിയാലിറ്റി. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹ ലഹരി പിടിക്കുന്നതായിട്ട് കാണുന്നു. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അനുസരണക്കേട് ബാബേൽ ഗോപുരത്തിൽ നമ്മൾ കാണുന്നു. പിന്നീട് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഒരു അനാറ്റമി പൗലോസ് കൊടുക്കാൻ കാരണം. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണത്തിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇന്ന് നമ്മൾ പറയുമല്ലോ ഹോമോസെക്സ്വാലിറ്റി, ഇന്ന് നമ്മൾ പറയുമല്ലോ ലെസ്ബിയനിസം, ഇന്ന് നമ്മൾ പറയുമല്ലോ സിവിൽ യൂണിയൻ, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ലിവിങ് ടുഗദർ. ഇതൊന്നും പുതുമയല്ല, ഇതെല്ലാം പഴയതാണ്. ഇഫ് എനിത്തിങ് ഈസ് ന്യൂ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. If anything is true, it is not new. Nothing is new in the world. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു പുതിയൊരു പാപം ചെയ്തിട്ടുണ്ടോ? ഞാൻ മിനിഞ്ഞാന്നൊരു പുതിയ പാപം കണ്ടുപിടിച്ചു. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ആരും ചെയ്യാത്തൊരു പാപം ഞാൻ ഈ ഇടയ്ക്കൊരെണ്ണം കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. All the sins are old. Only thing, technology enhances it. പണ്ട് അശ്ലീലം വായിക്കണമെങ്കിൽ പാത്തും പതുങ്ങിയും തലയിൽ തുണിയിട്ടുകൊണ്ട് ഏതെങ്കിലും മാടക്കടയുടെ പുറകിൽ കൊച്ചു പുസ്തകത്തിന് വേണ്ടി നിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് തോണ്ടിയാൽ കിട്ടും. ഇറ്റ്സ് അറ്റ് യുവർ ഫിംഗർ ടിപ്പ്, ഇറ്റ്സ് അറ്റ് യുവർ ഡോർ. ദൈവം അതാ പറയുന്നത്, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, ആൻഡ് ഇറ്റ് ഇസ് ഡിസയർ ഇസ് ഫോർ യു. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. സിൻ ഈസ് വെരി ക്ലോസ് ആൻഡ് സിൻ ഈസ് എ റിയാലിറ്റി. സിൻ ഈസ് ഡേഞ്ചറസ് ആൻഡ് ദ കോൺസിക്വൻസസ് ആർ സോ കില്ലിങ്. എന്തൊരു പ്രശ്നമാണ് ഈ പാപം ലോകത്തിലുണ്ടാക്കുന്നത്. നമ്മളതുകൊണ്ടാണ് വായിക്കുന്നത്, അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട്
അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, നിർവചനങ്ങൾ കണ്ടു, പരിണിതഫലങ്ങൾ കണ്ടു, അതിൻ്റെ തേരോട്ടം ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ടു. മാത്രമല്ല, ഈ പാപം കുടുംബ തകർച്ചയ്ക്ക് കാരണമായി നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ബഹുഭാരിത്വമുണ്ട്, നഗ്നതയുണ്ട്, വ്യഭിചാരമുണ്ട്, സ്വവർഗ സംഭോഗമുണ്ട്, ബലാത്കാരമുണ്ട്, അഗമ്യഗമനം അല്ലെങ്കിൽ ഇൻസെസ്റ്റ്, ജൂഡ ആൻഡ് താമാർ, വശീകരണം. പോത്തീഫറിൻ്റെ ഭാര്യ എങ്ങനെയാണ് വശീകരിക്കുന്നത്? സിൻ ആക്ച്വലി കമ്പിൾസ് ഫാമിലി. കുടുംബത്തിൻ്റെ അടിത്തറയെയും അതിൻ്റെ അടച്ചുറപ്പിനെയും വികൃതമാക്കുന്നു, വികലമാക്കുന്നു, ശിഥിലീകരിക്കുന്നു. അതാണ് പാപം ചെയ്യുന്നത്. സിൻ ഈസ് എ റിയാലിറ്റി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ നിർമ്മിച്ച മനുഷ്യന് പാപം ചെയ്തുകൊണ്ട് അവൻ്റെ സാദൃശ്യം പോയില്ല. ഇറ്റ് ഈസ് നോട്ട് ഇറേസ്ഡ്, ഇറ്റ് ഈസ് നോട്ട് ഡിലീറ്റഡ്, ബട്ട് ഇറ്റ് ഈസ് ടാർണിഷ്ഡ്, ഇസ് ബ്രോക്കൺ. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, താറുമാറായി. ഇപ്പോൾ മനുഷ്യനുള്ള ഇമേജ് ഈസ് ടാർണിഷ്ഡ് ഇമേജ്, കളങ്കിതമായിരിക്കുന്ന ദൈവസാദൃശ്യമാണ്. ആ സാദൃശ്യത്തിന് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവസാദൃശ്യം നമുക്ക് തന്ന ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ ഉണ്ടാകൂ. ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേഷൻ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള സെപ്പറേഷൻ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സെപ്പറേഷൻ. മാത്രമല്ല, മനുഷ്യനും തമ്മിലുള്ള വേർപാടിൻ്റെ നടുച്ചുവറുകൾ. ഇന്ന് പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് പല പ്രതികരണങ്ങളാണ്. അറിവില്ലായ്മ, പലർക്കും അറിയത്തില്ല. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുന്നു അല്ലേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. മരിച്ച ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 50 കിലോ സിമൻറ്റ് ചാക്ക് കയറ്റി വെച്ചാൽ അവനാ ഭാരം അറിയില്ല. പാപം ചെയ്യുന്ന ആൾക്ക് പാപത്തെക്കുറിച്ച് അറിവില്ല, അവനറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ 1 കൊരിന്ത്യർ 2:14, ഫോർ നാച്ചുറൽ മാൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഓഫ് ഗോഡ്. അല്ലേ? പ്രാകൃത മനുഷ്യൻ ആത്മീയ കാര്യങ്ങളെ വിവേചിച്ചറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് ഇറ്റ് ഹാസ് ബി ഡക്കോമായി, ഹി ഡസ് നോട്ട് റിസീവ്. അറിയുന്നില്ല എന്നല്ല, ബൗദ്ധികമായി അറിയുന്നില്ല എന്നല്ല, അവൻ സ്വീകരിക്കുന്നില്ല. ഹി ഈസ് നോട്ട് റിസീവിങ് ദ തിങ്സ് ഓഫ് ഗോഡ് ബിക്കോസ് ദേ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. 1, അവൻ്റെ പ്രതികരണം, മനുഷ്യൻ്റെ പ്രതികരണം അറിവില്ലായ്മ. 2, അവഗണന. എന്താ ഈ അവഗണന? എത്രയോ പ്രാവശ്യം നോഹ പ്രസംഗിച്ചു വെള്ളപ്പൊക്കം വരും. വരുമ്പോൾ വരട്ടെ, പാക്കലാം, വരട്ടും, തണ്ണി വരട്ടും, മഴ വരട്ടും, പാക്കലാം. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വരുമ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തു എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു. 1000കണക്കിന് ആൾക്കാരെങ്കിലും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണ്ടേ? 5000 പേരെ പോഷിപ്പിച്ചു, 4000 പേര്, 9000 പേരെങ്കിലും കുരിശിൻ്റെ ചുട്ടിൽ വരണ്ടേ? ഒറ്റൊരുത്തരെയും കണ്ടില്ല. യേശുക്രിസ്തു ഉയർത്തുന്നേറ്റ 3 ആൾക്കാരുണ്ടല്ലോ, ആ 3 പേരുടെയും വില്ലേജിലുള്ള ആൾക്കാർ ഒരു 10 പേരെങ്കിലും വെച്ചാൽ കുരിശിൻ്റെ ചുട്ടിൽ മൊത്തം ആളുകളുണ്ടാകുമായിരുന്നല്ലോ, അല്ലേ? ഹോശന്ന ഹോശന്ന എന്ന് വിളിച്ച അതേ ആളുകളല്ലേ ക്രൂശിക്ക എന്ന് വിളിച്ചത്? അവഗണന. അതാ പ്രശ്നം, അവഗണന. യേശുവിൻ്റെ കാലത്തും നോഹയുടെ കാലത്തും അവരംഗീകരിച്ചില്ല, അവഗണിച്ചു. മലാഖിയുടെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, ഐ ഹാവ് ലവ്ഡ് യു, ഞാൻ ഞങ്ങളെ സ്നേഹിക്കുന്നു. അവർ ചോദിക്കുന്നു, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? നീ എന്നെ ബഹുമാനിക്കുന്നില്ല. ഞങ്ങൾ നിന്നെ ഏതിനാൽ ബഹുമാനിക്കുന്നില്ല. പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു അക്സെപ്റ്റ് ദാറ്റ് ദേ ആർ സിൻഫുൾ. അവൻ തെറ്റുകാരനാണ്, പാപിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, മനുഷ്യനെ പാപിയെന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. പക്ഷെ പാപം ചെയ്യുന്ന മനുഷ്യനെ പാപി എന്നല്ലാതെ വേറെന്ത് വിളിക്കുവാൻ? അതല്ല ദൈവം പറയുന്ന, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, അല്ലേ? ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇതാ വേദപുസ്തകം പറയുന്നത്, there is no one righteous, not even one. നമ്മുടെ സമകാലിക ലോകത്തിൽ നോക്കിയാലേ, ജെയിംസ് വടക്കഞ്ചേരി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയൊരു കാര്യം ഒന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. കേരളത്തിൽ നിന്ന് കാണുന്ന സംസ്കാരം തന്നെ വളർന്നു വലുതായി. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ സിനിമകളിൽ സംസ്കാരത്തിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കള്ള് വ്യവസായം, കരിഞ്ചന്ത, കള്ളപ്പണം, കഴുത്തറപ്പൻ പലിശ, കക്ഷി രാഷ്ട്രീയം, കട്ടുമുടിക്കൽ, കത്തിക്കുത്ത്, കള്ളവിസ, കള്ള ഡിഗ്രി, കുതികാൽ വെട്ട്, കാട്ടുകളവ്, കാട് നശിപ്പിക്കൽ, കുഴൽപ്പണം, ഇതെല്ലാം വെച്ച് ആരംഭിക്കുന്ന തെറ്റുകളാണ്. സമകാലിക ലോകത്തിൽ പ്രശ്നങ്ങൾ എങ്ങനെ വർദ്ധിക്കുമ്പോൾ എല്ലാവരും തലപൊഞ്ഞാലോചിക്കും, വാട്ട് ഈസ് റോങ് വിത്ത് വേൾഡ്? ഈ ലോകത്തിന് ഇതെന്ത് പറ്റി? മലയാളി ഇങ്ങനെ മരിക്കണോ എന്നുള്ള സിബി മാത്യൂസിൻ്റെ പുസ്തകത്തിൽ എല്ലാം കണ്ടും കേട്ടും മനസ്സ് മരവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, വൈ പീപ്പിൾ ഡൈ? ടിസി മറിയം തോമസ്, ഷീ ഈസ് എ റീഡർ ഇൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ഒരു സ്ത്രീ
ഇരുട്ടായി കഴിയുമ്പോൾ കേരളത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ അവളുടെ അനുഭവങ്ങൾ എന്തായിരിക്കുമെന്ന് എഴുതി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലറിയാം മനുഷ്യൻ്റെ ഹൃദയം എത്രയോ വൃത്തികെട്ടതാണ്. ഫ്രാൻസിസ് കാരക്കാട്ട് അച്ഛൻ്റെ മലയാളിയുടെ ടെൻഷൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വളരെ മനോഹരമായ പുസ്തകമാണ് അത്. മലയാളിയുടെ ശരിയായ സ്വഭാവത്തെ അവലോകനം ചെയ്യുന്ന, ഉരിച്ചു കാണിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. ഏകദേശം 20 വർഷത്തിന് മുമ്പേ രേഷ്മ ഭരദ്വാജ് ഒരു പഠനം കേരളത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കേരളത്തിലെ സ്വവർഗ ലൈംഗികത. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ന്യൂസുകളാണ് കാണാൻ കഴിയുന്നത്. പാപം വളർന്ന് വലുതായി തീർന്നിരിക്കുകയാണ്. അതിനെ പരിഹരിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. മത നേതാക്കന്മാർക്കും ചിന്തകന്മാർക്കും എഴുത്തുകാർക്കും ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു. ചില മതങ്ങൾ പറയുന്നു, യു ഹാവ് എ പ്രോബ്ലം, യു ഫൈൻഡ് എ സൊല്യൂഷൻ. നിനക്കൊരു പ്രശ്നമുണ്ട്, നീ പരിഹാരം കണ്ടുപിടിക്ക്. യു ഡു സംതിങ് അബൌട്ട് യുവർ പ്രോബ്ലം. മതങ്ങൾ അങ്ങനെ പറയുമ്പോൾ വേദപുസ്തകത്തെ ദൈവം പറയാണ്, യു ഹാവ് എ പ്രോബ്ലം, യു ഹാവ് എ പ്രോബ്ലം, യു ഹാവ് നോ സൊല്യൂഷൻ, മൈ സൺ ഈസ് എ സൊല്യൂഷൻ. നിനക്കൊരു പ്രശ്നമുണ്ട്, അത് പാപമാണ്. ആ പാപത്തിനെ പരിഹരിക്കുവാൻ നിനക്ക് കഴിയില്ല. അതിനൊരു പരിഹാരമുണ്ട്, അതെൻ്റെ പുത്രനാണ്. തകർന്നുപോയ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് വരികയാണ്. പല ആൾക്കാരും ചോദിക്കും, എന്തിനാണ് ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം? ദൈവമായിട്ടുള്ള ബന്ധമല്ലേ തകർന്നത്? അപ്പോൾ ദൈവവും ഞാനും അല്ലേ അത് നേരെയാക്കേണ്ടതിന് രണ്ടുപേരും. there's a problem between two people, only two people can repair it. മനുഷ്യന് പ്രശ്നം ദൈവമായിട്ട്. അതുകൊണ്ട് ദൈവം പറയാണ്, ഐ വിൽ കം ഡൗൺ. ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നിലേക്ക് ഏറ്റെടുക്കുന്നു. മാത്രമല്ല, എന്തെല്ലാമാണോ പാപത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ യേശു കർത്താവ് തിരിച്ചു പിടിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുവാൻ അവൻ പഠിപ്പിക്കുകയാണ്. എന്താണ് ഐക്യത, എന്താണ് സ്നേഹം, എന്താണ് താഴ്മ, എന്താണ് കനിവ്, എന്താണ് പാപക്ഷമ എന്ന് അവൻ തൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിക്കുകയാണ്. ജീസസ് ബിക്കംസ് റിയൽ. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്ന പ്രഭാഷണത്തിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന ആശയവും അതുതന്നെയാണ്. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ആർക്കും പോകുവാൻ താല്പര്യമില്ലാത്ത, യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് പോകുവാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് അവൻ നടന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കുവാൻ പോകുന്നത്. ഇറ്റ് വാസ് നെസസറി ഫോർ ജീസസ് ടു ഗോ ത്രൂ സമേരിയ. യേശുവിന് ശമരിയിൽ കൂടെ പോകേണ്ടത് അത്യന്താപേക്ഷിതമായി വന്നു എന്നാണ് അത് പരിഭാഷപ്പെടുത്തേണ്ടത്. ഹി ഗോസ് ജസ്റ്റ് ടു മീറ്റ് വൺ വുമൺ. ഒരു സ്ത്രീയെ മാത്രം കാണുവാൻ പോകുന്നു. അവളിൽ രൂപാന്തരമുണ്ടാകുന്നു, ആ ഗ്രാമത്തിന് രൂപാന്തരമുണ്ടാകുന്നു, യേശുവിൻ്റെ അനുയായികളായിത്തീരുന്നു. And Jesus does something what is damaged by sin. പാപമുഖാന്തരം വികൃതമാക്കപ്പെട്ട വിഘടിക്കപ്പെട്ട ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി യേശു കർത്താവ് വന്നു. ഈ ഡിസംബർ മാസം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ തിരുപ്പിറവിയെക്കുറിച്ചുമൊക്കെ ആളുകളെല്ലാം പറയുകയും പാടുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. നമ്മളെ തേടിയാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. എന്താണ് മനുഷ്യൻ്റെ പ്രശ്നം? പാപം. എന്താണതിന് പരിഹാരം? അവൻ്റെ പുത്രനായ യേശു. ദൈവം നമ്മളെ യേശു കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.